7934 വേക്കൻസികളുമായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. മുൻവർഷങ്ങളിലെ റെയിൽവേ എക്സാമുകളിൽ മികച്ച വിജയികളെ സൃഷ്ടിച്ച ടെക് PSC ഈ വർഷവും RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പോർഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 1999 രൂപയ്ക്കും, ടെക്നിക്കൽ പോർഷൻ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്കായി വെറും 3999 രൂപയ്ക്കും, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോർഷൻസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 4999 രൂപയ്ക്കും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മളുടെ സെക്കൻഡ് ക്ലാസ് ആണ്. മാത്ത് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷന്റെ പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് ഇൻട്രൊഡക്ഷൻസ് ടു ആറ്റംസ്. എന്താണ് ആറ്റംസ്, ആറ്റംസിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെ ഈ 2 പോയിന്റ്സും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് ഏർലി അറ്റോമിക് തിയറി. ഏർലി അറ്റോമിക് തിയറിയുടെ ഫാദർ എന്ന് പറയുന്നത് ഡെമോക്രിറ്റസ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യൻ അറ്റോമിക് തിയറിയുടെ ഫാദർ എന്ന് പറയുന്നത് മഹാഋഷി കന്നഡാണ്. രണ്ടും പഠിച്ചു വെക്കാം. രണ്ടും ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏർലി അറ്റോമിക് തിയറിയുടെ ഫാദർ എന്ന് പറയുന്നത് ഡെമോക്രിറ്റസ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യൻ അറ്റോമിക് തിയറിയുടെ ഫാദർ എന്ന് പറയുന്നത് മഹാഋഷി കന്നഡാണ്. ഓക്കെ, രണ്ടുപേരും പഠിച്ചു വെക്കാം. സോ ആറ്റംസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ജോൺ ഡാൽട്ടൺ പറഞ്ഞു ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്. അതായത് എന്ത് സാധനത്തിനെയും നമുക്കറിയാം, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ആൻഡ് ഡാൽട്ടൺ പറഞ്ഞതനുസരിച്ചിട്ട് ആറ്റം ആണ് ഏറ്റവും ടൈനിയസ്റ്റ്. ആറ്റത്തിനേക്കാളും കുഞ്ഞായിട്ട് ഒന്നും ഇല്ല. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു പീസ് ഓഫ് ചോക്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിനെ ചെറിയ ചെറിയ പീസ് ആക്കി ദർ കംസ് എ സ്റ്റേജ് നമുക്ക് പിന്നെ അതിനെ ടൈനിയസ്റ്റ് പീസ് ആക്കാൻ പറ്റില്ല. അത്രയും മൈക്രോസ്കോപ്പിക് ലെവലിൽ അതിനെ ഡിവിസിബിൾ ആക്കാൻ പറ്റില്ല. അങ്ങനെ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആളാണ് ആറ്റം എന്ന് ജോൺ ഡാൽട്ടൺ പറഞ്ഞു. പക്ഷെ എന്താണ്, ലേറ്റർ നമുക്ക് മനസ്സിലായി അത് തെറ്റാണ്. ആറ്റത്തിനേലും കുഞ്ഞായിട്ടുള്ള ആളുകൾ ആറ്റത്തിന്റെ ഉള്ളിലുണ്ട്. ദാറ്റ് ഇസ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പം ഡാൽട്ടൺ ആണ് ആറ്റം ഇസ് ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞത്. അതാണ് ഡാൽട്ടന്റെ അറ്റോമിക് തിയറി എന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഡാൽട്ടൺ പറഞ്ഞു ആറ്റം ഇൻഡിവിസിബിൾ ആണ്, പക്ഷെ തെറ്റാണ്. പക്ഷെ എന്താണ്, ആറ്റം ഡിവിസിബിൾ ആണ് എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കി. അപ്പൊ ആറ്റം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അതായത് ആറ്റത്തിന്റെ ഉള്ളില് വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ആറ്റത്തിന്റെ സൈഡിൽ ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബോർ ആറ്റം മോഡൽ ആണ്. അതായത് എന്താണ്, ആറ്റത്തിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന്റെ അകത്ത് ആരുണ്ട്, ന്യൂക്ലിയസിന്റെ അകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്. അതേപോലെ ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രോൺസ് ഉണ്ട്. ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ അകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്. പിന്നെ ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രോൺസ് ഉണ്ട്. ആൻഡ് ഈ ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തത് ആരാണെന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റുദർഫോർഡ് ആണ് നമ്മളുടെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് കേട്ടോ. ഓർത്ത് വെക്കണം, റുദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഏർണസ്റ്റ് റൂദർഫോർഡ് എന്നാണ്. ചിലപ്പം ഇ ഒക്കെ ഇട്ടിട്ടൊരു ഫുൾ സ്റ്റോപ്പിലേക്ക് ഇ റൂദർഫോർഡ് എന്നൊക്കെ കാണും. ഏർണസ്റ്റ് റൂദർഫോർഡ് എന്നാണ് റൂദർഫോർഡിന്റെ ഫുൾ നെയിം. അപ്പൊ റൂദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ന്യൂക്ലിയസിന് എന്തുണ്ട്, ന്യൂക്ലിയസിന്റെ അകത്ത് ആരുണ്ട്, നമ്മളുടെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇനി എക്സ്ട്രാ ന്യൂക്ലിയർ പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ആറ്റത്തിന്റെ എക്സ്ട്രാ ന്യൂക്ലിയർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ പുറത്തുള്ള ഭാഗമാണ് എക്സ്ട്രാ ന്യൂക്ലിയർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് എന്താണ് ചാർജ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പണ്ട് ഇപ്പം കെമിസ്ട്രി ഒക്കെ നമ്മൾ പഠിച്ച സ്കൂൾ ടൈമിലാണ്. അപ്പൊ നിങ്ങൾ കുറെ പേര് മറന്നു പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. പക്ഷെ പിന്നെ നമ്മൾ വേറെ നമ്മുടെ സബ്ജക്ട് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ഈ ബേസിക് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസിന്റെ അകത്ത് ആരുണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവാണ്, പ്രോട്ടോൺ ആണോ ഇലക്ട്രോൺ ആണോ പോസിറ്റീവ്ലി ചാർജ്ഡ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി എന്താണ്,
നമ്മുടെ എന്താണ് പ്രോട്ടോൺസ് എന്താണ് പി ഫോർ പ്രോട്ടോൺ അതേപോലെ തന്നെ എന്താണ് പി ഫോർ പോസിറ്റീവ് ചാർജ്. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ പറയണ ഇപ്പൊ നമ്മൾ പഠിച്ചിട്ട് കുറെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് മറന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലൈക് പഠിച്ച ഓർമ്മയുള്ളവർക്കാണെങ്കിൽ ഇതൊന്നും നമുക്കറിയാം പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന്. ബട്ട് ദ തിങ് ഇസ് ഒരുപാട് നാളായെങ്കിൽ നമ്മൾ ഈ ബേസിക് കാര്യങ്ങളൊക്കെ മറന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പി ഫോർ പ്രോട്ടോൺ, പി ഫോർ പോസിറ്റീവ്ലി ചാർജ്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ് എന്ന് നമുക്കറിയാം. സോ എന്താണ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടേബിളിൽ നിന്ന് വരും. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടേബിൾ ആണ്. എന്താണെങ്കിലും മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. മെയിൻലി ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസ്, അവരുടെ ചാർജ്, അവരാരാണ് കണ്ടുപിടിച്ചത്. ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ഇയേഴ്സിലൊക്കെ, അതായത് ലാസ്റ്റ് പ്രീവിയസ് ഇയേഴ്സ് RRBJ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും എന്താണ് ഇതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് നോക്കിക്കേ 9.1 into 10⁻⁻31 kilograms ആണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, ആരാണ് ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ ഇലക്ട്രോണിന്റെ മാസും ഇസ് എ ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ. എന്താണ്? 9.1 into 10⁻⁻31 ആണ് ഇലക്ട്രോണിന്റെ മാസ്. ഇനി നോക്കിക്കേ പ്രോട്ടോൺസ് നോക്കിക്കേ. പ്രോട്ടോൺസ് നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ആൻഡ് പ്രോട്ടോണിന്റെ മാസ് നോക്കിക്കേ 1.67 into 10⁻27 kilograms ആണ് പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതേ സെയിം മാസ് തന്നെയാണ് ആർക്ക് വരുന്നത്? ന്യൂട്രോണിനും വരുന്നത്. ന്യൂട്രോണിനും പ്രോട്ടോണിനും ഒരേ മാസാണ്. രണ്ടുപേർക്കും 1.67 into 10⁻27 kilograms. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോട്ടോൺസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും റുദർഫോർഡ് ആണ്. പ്രോട്ടോൺസ് കണ്ടുപിടിച്ചതും റുദർഫോർഡ് ആണ്. പക്ഷേ ചില സമയത്ത് ഇപ്പം ക്വസ്റ്റ്യൻ ശരിക്കും അത് മിസ്റ്റേക്ക് ആണ്. പക്ഷെ ചില സമയത്ത് അവർ ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ലൈക് ഹു ഡിസ്കവേർഡ് പ്രോട്ടോൺ എന്ന് ചോദിച്ചിട്ട് റുദർഫോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കും. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് 4 ഓപ്ഷനിൽ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇല്ല. അതുപോലെ തന്നെ റുദർഫോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഇല്ല. 4 സയന്റിസ്റ്റിന്റെ പേര് തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണം? ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. പക്ഷെ ശരിക്കും പ്രോട്ടോൺസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. പക്ഷെ എന്താണ് ചില ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഈ ഗോൾഡ്സ്റ്റീൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഈ ഒരു ഗോൾഡ്സ്റ്റീൻ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന പോലെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഹു ഡിസ്കവേർഡ് പ്രോട്ടോൺ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഓപ്ഷൻ എ ഇസ് ജെ തോംസൺ, ബി ഇസ് ജെയിംസ് ചാഡ്വിക്, സി ഇസ് ഡാൽട്ടൺ ആൻഡ് ഡി ഇസ് ഗോൾഡ്സ്റ്റീൻ ആണെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഗോൾഡ്സ്റ്റീൻ. ഓക്കെ, ശരിക്കും ഗോൾഡ്സ്റ്റീൻ ആണോ? അല്ല, ഗോൾഡ്സ്റ്റീൻ മിസ്റ്റേക്ക് ആണ്. കാരണം ഗോൾഡ്സ്റ്റീൻ അല്ല പ്രോട്ടോൺസിനെ ഡിസ്കവർ ചെയ്തത്, റുദർഫോർഡ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇനി നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തിലാണ്? മാസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കിലോഗ്രാംസിലാണ്. അപ്പൊ ഇനിയിപ്പോ ഈ മാസ് ഗ്രാംസിലാക്കിയിട്ടൊക്കെ അവർ തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് മാറും? 10ന്റെ പവറിന് ഡിഫറൻസ് വരും. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ മോസ്റ്റ്ലി കിലോഗ്രാംസിലാണ് മാസ് ചോദിക്കുക. ബട്ട് തിങ് ഇസ് മറ്റേ പവർ മാറി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം ആർക്കാണ് ഒരേ മാസം ഉള്ളത്? പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒരേ മാസമാണ്. ഇറ്റ് ഇസ് 1.67 into 10⁻⁻27 kilograms ആണ്. ഓക്കെ, ഇലക്ട്രോൺസിന്റെ മാസം എത്രയാണ്? 9.1 into 10⁻31 kilograms ആണ്. ഇനി ശരിക്കും പ്രോട്ടോൺ ആണോ ഇലക്ട്രോൺ ആണോ ലൈറ്റർ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആരാണ് ലൈറ്റർ അല്ലെങ്കിൽ ആരാണ് ഹെവിയർ എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ പറയാ? പ്രോട്ടോൺ ആണോ ഇലക്ട്രോൺ ആണോ ലൈറ്റർ? ആരാണ് ലൈറ്റർ? ആർക്കാണ് വെയിറ്റ് കുറവ്? ഒന്ന് കമന്റ് ചെയ്തേ, ആർക്കാണ് വെയിറ്റ് കുറവെന്ന് പറയൂ. പ്രോട്ടോണിനാണോ ഇലക്ട്രോണിനാണോ വെയിറ്റ് കുറവ്? ഈ ഇലക്ട്രോണിനാണ് വെയിറ്റ് കുറവ്. ഓക്കെ, ആ ഒരു 10⁻⁻31 പവർ ശ്രദ്ധിക്കാതെ കുറെ പേര് എന്ത് ചെയ്യും? പ്രോട്ടോണിനാണോ ഇലക്ട്രോണിനാണോ വെയിറ്റ് കുറവെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും പ്രോട്ടോണിനാണ്. കാരണം 1.67 ആണ്, മറ്റടുത്ത് 9.1 അല്ല. 10ന്റെ പവർ ശ്രദ്ധിക്കുക. ഒരിടത്ത് 10⁻31ന്റെ പവർ ആണ്, ഇവിടെ 1.67 ആണ്. അപ്പൊ ഓർത്ത് വെക്കുക ഇലക്ട്രോൺസ് ലൈറ്റർ ആണ് കമ്പയർഡ് ടു
പ്രോട്ടോൺ. ഈ ഒരു ടേബിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തന്നെ പഠിച്ചു. ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇലക്ട്രോണിന്റെ മാസ് 9.12 × 10⁻³ kilograms ആണ്. പ്രോട്ടോണും ന്യൂട്രോണും രണ്ടുപേർക്കും മാസ് സെയിം ആണ്. 1.6 × 10⁻27 kilograms ആണ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെയാണ് ഇരിക്കുന്നത്? ന്യൂക്ലിയസിന്റെ അകത്താണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റദർഫോർഡ് ആണ്. അതേപോലെ എന്താണ് പ്രോട്ടോൺസ് കണ്ടുപിടിച്ചതും റദർഫോർഡ് ആണ്. റദർഫോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ഓപ്ഷൻ. പക്ഷെ അത് തെറ്റാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. പക്ഷെ 4 ഓപ്ഷൻസ് അവരങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഗോൾഡ്സ്റ്റീൻ എന്നുള്ള കീ കൊടുക്കാം. ബട്ട് ദി തിങ് ഈസ് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. സോ അങ്ങനെ ന്യൂട്രോൺസ് കണ്ടുപിടിച്ചാരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺസ് ആർ ന്യൂട്രൽ ആണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോവാണെങ്കിൽ അറ്റോമിക് നമ്പർ. നമ്മൾ പറഞ്ഞു ഒരു എലമെന്റിന് ഞാൻ എടുക്കുകയാണെങ്കിൽ ആ എലമെന്റിന് ഇപ്പൊ നമുക്കൊക്കെ നമ്മളുടെ പേര് പോലെയാണ് ഓരോ ആറ്റംസിനും അതിന്റെ അറ്റോമിക് നമ്പർ. ആറ്റംസിന്റെ ഐഡന്റിറ്റി ആണ് അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അതിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാല് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ അകത്തുള്ള പ്രോട്ടോൺസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയതുകൊണ്ട് എന്താണ് ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞ മീനിങ്? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആറ്റത്തിന്റെ അകത്തുള്ള എന്താണ് പ്രോട്ടോൺസിന്റെ നമ്പറും അതേപോലെ ഇലക്ട്രോൺസിന്റെ നമ്പറും ഈക്വൽ ആണ്. ഓക്കെ, ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന് ചാർജ് ഒന്നും ഇല്ല. അതിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പൊ ഇവര് തമ്മിൽ ഈക്വൽ ഇതാവുമ്പോൾ എന്താണ്? ഇപ്പൊ നോക്കുക, 10 ഇലക്ട്രോൺസും 10 പ്രോട്ടോൺസും ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഇഫക്റ്റീവ്ലി +10 -10 0 ആയിട്ടിരിക്കും. അതാണ് നമ്മൾ പറയുന്നത് ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയതുകൊണ്ട് നമുക്ക് പറയാം പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആണ്. പക്ഷേ അറ്റോമിക് നമ്പറിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പറയരുത് അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന്. അത് തെറ്റാണ്. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. RRBക്ക് ചോദിച്ചിട്ടില്ല, പക്ഷെ വേറെ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അതായത് എന്താണ് അറ്റോമിക് നമ്പർ ഇസ് ദ എന്നിട്ട് ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കും നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എന്താണ് ഓപ്ഷൻ ഇപ്പം വേറെ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അറ്റോമിക് നമ്പർ എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? അറ്റോമിക് നമ്പർ നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് വെച്ചിട്ടാണ്. എന്തുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് വെച്ച് ഡിഫൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ് കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? പ്രോട്ടോൺസ് അല്ല. പ്രോട്ടോൺസ് ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുകയാണ്. ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുക? നമ്മുടെ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് ഇലക്ട്രോൺസിന്റെ നമ്പേഴ്സ് വേരി ചെയ്യാം. ഇലക്ട്രോൺസ് ആറ്റത്തിന് എന്ത് ചെയ്യാം? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അല്ലെ, നമ്മൾ പറയും ഇലക്ട്രോൺസിനെ വാങ്ങാം, കൊടുക്കാം, ഷെയർ ചെയ്യാം. അപ്പൊ ഇലക്ട്രോൺസിന്റെ നമ്പർ എപ്പോഴും വേരിയിങ് ആയിരിക്കും. ബട്ട് ദ തിങ് ഇസ് എന്താണ്? പ്രോട്ടോൺസിന്റെ നമ്പർ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂക്ലിയസിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അതിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ കാണിക്കുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ പ്രത്യേകത എന്താണ്? അതൊരു ഹോൾ നമ്പർ ആയിരിക്കും. അത് എപ്പോഴും എന്താണ്? അറ്റോമിക് നമ്പർ ഇസ് ഓൾവേസ് എ ഹോൾ നമ്പർ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇപ്പൊ അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെന്റ് ഇസ് 1.2 അല്ലെങ്കിൽ 3.4 എന്നൊന്നും ഒരിക്കലും അറ്റോമിക് നമ്പേഴ്സ് തരില്ല. എപ്പോഴും എന്താണ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള ഹോൾ നമ്പേഴ്സിലാണ് അറ്റോമിക് നമ്പർ വരിക. അതുപോലെ തന്നെ രണ്ട് എലമെന്റ്സിന് ഒരിക്കലും സെയിം അറ്റോമിക് നമ്പർ വരാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത് അറ്റോമിക് നമ്പർ നമ്മുടെ എലമെന്റിന്റെ ഐഡന്റിറ്റി ആണ്. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ ഫിംഗർ പ്രിന്റ് പോലെയാണ്. എന്താണ്? നമുക്കൊക്കെ അത് യുണീക്ക് ആണ്. അതേപോലെ ഓരോ എലമെന്റ്സിനും ഓരോ അറ്റോമിക് നമ്പർ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പം അറ്റോമിക് നമ്പർ 6 എന്ന് പറഞ്ഞ എലമെന്റ്സ് ഞാൻ പറഞ്ഞത് അത് കാർബൺ മാത്രമാണ്, വേറെ ആരും ഇല്ല. അപ്പൊ അറ്റോമിക് നമ്പർ എന്താണ്? നോ 2 elements ക്യാൻ ഹാവ് ദ സെയിം അറ്റോമിക് നമ്പർ. ഇനി അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെന്റ് ഓൾവേസ് റിമെയിൻസ് ദ സെയിം. അത് ഏത് കെമിക്കൽ റിയാക്ഷൻസിൽ പോയിക്കോട്ടെ, എന്ത് തന്നെ ചെയ്തോട്ടെ, അതിന്റെ അറ്റോമിക് നമ്പർ എപ്പോഴും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. All atoms of same element have the same atomic number. ഇനി ഇപ്പൊ ഞാൻ കാർബണിന്റെ ഡിഫറെന്റ് ആറ്റംസ് എടുത്തു. അപ്പൊ ഞാൻ പോയിട്ട് ഇപ്പൊ എന്താ പറയാ എവിടുന്ന് ഞാൻ പോയിട്ട് കാർബണിന്റെ ആറ്റംസ് എടുത്താലും അതിന്റെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് വേറെ നമ്മൾ വെച്ചിരിക്കുന്ന എൻവയോൺമെന്റിനെയോ വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സെയിം എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി മാസ് നമ്പർ. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രോട്ടോണിന്റെ എണ്ണമാണെങ്കിൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ അകത്തിരിക്കുന്ന ആളുകളുടെ നമ്പറാണ്. അതായത് നമ്മളുടെ ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെയാണ് ഇരിക്കുന്നത്? ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. അവരുടെ എണ്ണമാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ എണ്ണത്തിന് എന്ത് നമ്മൾ പറഞ്ഞു? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു. ഇനി പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തിന് നമ്മൾ എന്ത് പറയും? മാസ് നമ്പർ എന്ന് പറയും. ഇറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ അകത്തുള്ള ആളുകളെ നമ്മൾ ന്യൂക്ലിയോളസ് എന്നൊക്കെ വിളിക്കും. അപ്പൊ അതിനകത്തുള്ള ആളുകളുടെ ടോട്ടൽ നമ്പർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം മാസ് നമ്പറിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അങ്ങനെ എഴുതാം അല്ലെ? എ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസിന് ഞാൻ n എഴുതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസിന് എങ്ങനെ കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു a മൈനസ് z എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഠിച്ചു എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അതിനെ നമ്മൾ z വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്ക്, അറ്റോമിക് നമ്പറിനെയാണ് നമ്മൾ z വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. മാസ് നമ്പറിനെയാണ് നമ്മൾ a വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. തിരിഞ്ഞു പോകരുത്. അറ്റോമിക് നമ്പർ a വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് a ഫോർ അറ്റോം അല്ല. അറ്റോമിക് നമ്പറിന് നമ്മൾ z എന്ന് പറയുന്ന സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റോമിക് നമ്പർ z വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാസ് നമ്പറിന് നമ്മൾ a വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. a ഇസ് ഈക്വൽ ടു എന്താണ്? അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ ജനറലി നമ്മൾ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് കൊടുത്തിരുന്ന ഏത് എലമെന്റ് വേണമെങ്കിലും ആകാം. അപ്പൊ ആ എലമെന്റിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ ലെഫ്റ്റ് ബോട്ടം സൈഡിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? അറ്റോമിക് നമ്പർ കൊടുക്കുക. അറ്റോമിക് നമ്പർ നോക്കിക്കേ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ആൻഡ് അതിന്റെ ടോപ്പ് സൈഡിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? മാസ് നമ്പർ കൊടുക്കുക. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാം. വേണമെങ്കിൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എലമെന്റ് തന്നിട്ട് എന്താണ് എ അല്ലെങ്കിൽ എന്താണ് സെഡ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എലമെന്റിന്റെ ഇതാണ് ശരിക്കുള്ള റെപ്രസെന്റേഷൻ മാറ്റിത്തരാം. എന്നിട്ട് ഇതിൽ എന്താണ്? വിച്ച് അമംഗ് ദ ഫോളോയിങ് റെപ്രസെന്റേഷൻ ഇസ് ട്രൂ? അറ്റോമിക് നമ്പർ ആണ് എപ്പോഴും താഴെ കൊടുക്കുക. അതിന് പകരം അവർക്ക് മാസ് നമ്പർ താഴെ കൊടുത്തിട്ടൊക്കെ തരാൻ പറ്റും. ഈ ഒരു ബേസിക് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ഒന്ന് ഓർത്ത് വെക്കാം. അറ്റോമിക് നമ്പർ ആണ് താഴെ കൊടുക്കുന്നത്, ടോപ്പിൽ കൊടുക്കുന്നത് മാസ് നമ്പർ ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 30 എലിമെന്റ്സ്. നമ്മളുടെ സിലബസിൽ 10th വരെയുള്ള കെമിസ്ട്രിന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ടതാണ് ആദ്യത്തെ 30 എലിമെന്റ്സ്. ഓക്കെ, +1 +2 ആയിരുന്നെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി പീരിയോഡിക് ടേബിൾ മുഴുവൻ പഠിക്കണമായിരുന്നു. പക്ഷെ ആദ്യത്തെ 30 എലിമെന്റ്സ് നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഓക്കെ, ആദ്യത്തെ 30 എലിമെന്റ്സ്, അവരുടെ സിമ്പിള്, അവരുടെ അറ്റോമിക് നമ്പർ നമ്മൾ പഠിക്കണം. ഒരു ഈസി ട്രിക്ക് ഒക്കെ ഞാൻ പറഞ്ഞുതരാം പഠിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഓരോ എലിമെന്റ്സും, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ നമുക്ക് തരില്ല. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം അറ്റോമിക് നമ്പർ 13 ആയിട്ടുള്ള എലിമെന്റ് ഏത്, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 20 ആയിട്ടുള്ള എലിമെന്റ് ഏത് എന്നൊക്കെ പറഞ്ഞ RRBJ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ എലിമെന്റുകളെ ആയിട്ട് നോക്കാം. ഫസ്റ്റ് 20 എലിമെന്റ്സിന് നമുക്ക് ഒരു സെറ്റ് ആയിട്ട് പഠിക്കാം. അത് കഴിഞ്ഞ് 20 to 30 എലിമെന്റ്സിന് പഠിക്കാം. അപ്പൊ ആദ്യത്തെ 20 എലിമെന്റുകളെ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ എലിമെന്റുകൾ എന്ത് ചെയ്യാം? ഒന്ന് വായിച്ചു പോവാം. എന്നിട്ട് ഞാനിത് ഓർക്കാനുള്ളൊരു മെത്തേഡ് പറയാം. അപ്പൊ ഹൈഡ്രജൻ. ഓക്കെ, ഫസ്റ്റത്തെ എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. സെക്കൻഡ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഹീലിയം ആണ്. തേർഡ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ ലിഥിയം ആണ്. ഫോർത്ത് എന്ന് പറയുന്നത് ബെറീലിയം ആണ്. ഫിഫ്ത്ത് എന്ന് പറയുന്നത് ബോറോൺ ആണ്. 6 എന്ന് പറയുന്നത് കാർബൺ ആണ്. 7 ഇസ് നൈട്രജൻ. 8 ഇസ് ഓക്സിജൻ. 9 ഇസ് ഫ്ലൂറിൻ ആൻഡ് 10 ഇസ് നിയോൺ. Then 11 is sodium, then 12 is magnesium, then 13 is aluminum, 14 is silicon, 15 is phosphorus, then sulfur, 17 chlorine, argon 18, K potassium ആണ്, potassium 19 ആണ്, then calcium 20 ആണ്. അപ്പൊ സിംബലുകൾ നോക്കുമ്പോൾ ഹൈഡ്രജന് H ആണ്, ഹീലിയത്തിന് HE ആണ്, ലിഥിയത്തിന് Li ആണ്, ബെറീലിയത്തിന് Be ആണ്, ബോറോണിന് B. നോക്ക്, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇവർക്കൊക്കെ അവരുടെ ഫസ്റ്റ് ലെറ്റർ ആണ് സിമ്പിൾ. കണ്ടോ? ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. നിയോണിന് Ne ഉണ്ട്. സോഡിയത്തിന് എന്താണ്?
സോഡിയത്തിന്റെ സിമ്പിൾ ഇസ് Na എന്നാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല സോഡിയം. കണ്ടോ, മെഗ്നീഷ്യം ആണെങ്കിൽ അലുമിനിയം ആണെങ്കിൽ സിലിക്കൺ, ബാക്കി എല്ലാവർക്കും നമ്മൾ പറയണ പോലെയാ സിമ്പിൾ. പക്ഷെ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും ഡിഫറൻസ് ഉണ്ട്. സോഡിയത്തിന്റെ സിമ്പിൾ എന്താ വരുന്നത്? സോഡിയത്തിന്റെ സിമ്പിൾ ഇസ് Na എന്നാണ് വരുന്നത്. പൊട്ടാസ്യത്തിന് K എന്നാണ് വരുന്നത്. ഒന്ന് ഓർത്ത് വെക്കണം, ഇവരുടെ സിമ്പിളിലുള്ള ഈ ഒരു എക്സെപ്ഷൻ ഓർത്ത് വെക്കണം. കാരണം Na K എന്നൊക്കെയാണ് ക്വസ്റ്റനിൽ തരാം കേട്ടോ. അപ്പം സോഡിയം, പൊട്ടാസ്യം. അപ്പൊ ഇത് ഫസ്റ്റ് 20 എലമെന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ഇതിപ്പം ഞാനിത് ഓർക്കാൻ ആയിട്ട് ഇതാക്കിയിരിക്കുന്ന ഒരു ന്യൂമോണിക് പോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ഒരു പാട്ട് പോലെയൊക്കെ നിങ്ങൾക്ക് പഠിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓർത്ത് വെക്കാം. അപ്പൊ ഞാനിത് എങ്ങനെയാണ് ഓർത്ത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ് ഹെലോ ലിബി ബിസി. അപ്പം ഹായ് ഹെലോ ലിബി ബിസി എന്ന് പറയുമ്പോൾ ഹായ് ഫോർ H ഫോർ ഹൈഡ്രജൻ, ഹെലോ എന്ന് പറയുമ്പോൾ ഹീലിയം, ലിബി എന്ന് പറയുമ്പോൾ ലിഥിയം ബെറീലിയം, ബിസി എന്ന് പറയുമ്പോൾ ബോറോൺ കാർബൺ. അപ്പൊ ബിസി ആണോ എന്ന് ചോദിക്കുമ്പോൾ നോ എന്നുള്ള ആൻസർ ആണ് വരുന്നത്. നോ അല്ല, ബിസി അല്ല. അപ്പൊ NO, അപ്പൊ N ഫോർ നൈട്രജൻ ആൻഡ് O ഫോർ ഓക്സിജൻ. അപ്പം ബിസി അല്ല, നോ. അപ്പൊ ബിസി അല്ലെങ്കിൽ ഫുഡ് നീ സോമൻ എന്നാണ് പറയുന്നത്. സോമൻ, ഫുഡ് നീ എന്ന് പറയുമ്പോൾ ഫ്ലൂറിൻ നിയോൺ. സോമൻ എന്ന് പറയുമ്പോൾ സോഡിയം മെഗ്നീഷ്യം. സോമന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് അലൂമിനിയം അല്ലെങ്കിൽ സിലിക്കൺ പാത്രത്തിൽ സ്പൂണും ഇട്ട് ക്ലാരയ്ക്ക് പൊട്ടാതെ കൊടുക്കണേ എന്നുള്ളതാണ് എന്റെ ഓർത്തിരിക്കാനുള്ള ഷോർട്ട് ട്രിക്ക്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കാം. ഇത് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാറുണ്ട്. ഞാൻ സ്കൂൾ ടൈമിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സംഭവമാണ്. എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയിൽ നിൽക്കാറുണ്ട് ഫസ്റ്റ് 20 എലമെന്റ്സ്, ലൈക്ക് നമ്മളിങ്ങനെ അല്ലാതെ പഠിക്കുന്നതിനേക്കാളും. അപ്പം ഹായ് ഹെലോ ലിബി ബിസി. അപ്പൊ ബിസി ആണോ നോക്കുമ്പോൾ നോ. അപ്പൊ ബിസി അല്ലെങ്കിൽ ഫുഡ് നീ സോമന്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് അലൂമിനിയം അല്ലെങ്കിൽ സിലിക്കൺ പാത്രത്തിൽ സ്പൂണും ഇട്ട് ക്ലാരയ്ക്ക് പൊട്ടാതെ കൊടുക്കണേ എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് 20 എലിമെന്റ്സിന് ഓർത്തിരിക്കാനുള്ള ട്രിക്ക്. വേറെ ഇംഗ്ലീഷിലൊക്കെ കുറെ ന്യൂമോണിക്സ് നിങ്ങൾക്ക് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതെടുക്കാട്ടോ. പക്ഷെ ദ തിങ് ഇസ്, ആദ്യത്തെ 20 എലമെന്റ്സിന് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ആദ്യത്തെ 20 എലമെന്റ്സിന്റെ ഓർഡറിൽ കിട്ടുകയും വേണം. പെട്ടെന്ന് ഞാൻ ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, സൾഫറിന്റെ അറ്റോമിക് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് 20 എലമെന്റ്സ് നമ്മൾ പഠിച്ചു. ഇനി ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഹാസ് 12 ആസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ? കണ്ടോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 12 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? ഓപ്ഷൻ പൊട്ടാസ്യം ഇസ് K. അറ്റോമിക് നമ്പർ എത്രയാണ്? പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ് വരുന്നത്. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ ഇസ് 12. അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ ഇസ് 13. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ ഇസ് 11. കണ്ടോ, അറ്റോമിക് നമ്പർ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ ഓപ്ഷൻ B ഇസ് ദ കറക്റ്റ് ആൻസർ. മെഗ്നീഷ്യം ഇസ് ദ കറക്റ്റ് ആൻസർ. Okay, which of the following element has 20 as its atomic number? Atomic number 20 ആയിട്ടുള്ള എലമെന്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് 20 ആയിട്ടുള്ള എലമെന്റ് വരുന്നത്? ലാസ്റ്റ് നമ്മൾ 20ാമത്തെ എലമെന്റ് പഠിച്ചിരുന്നു. ദാറ്റ് ഇസ് കാൽസ്യം ആണ് അറ്റോമിക് നമ്പർ 20 ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത്. കാൽസ്യം ആണ് അറ്റോമിക് നമ്പർ 20 ആയിട്ടുള്ള എലമെന്റ്. ആ ആദ്യത്തെ 20 പേരെ പഠിച്ചു വെക്കുക. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ പഠിച്ചു വെക്കുക. സോഡിയം, മെഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ. അങ്ങനെ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ 20 എലമെന്റ്സിന് പഠിച്ചു വെക്കുക. ക്ലോറിൻ, ആർഗൻ, പൊട്ടാസ്യം, കാൽഷ്യം. ഓക്കെ, 20 എലമെന്റ്സ് ജസ്റ്റ് നിങ്ങൾ ഒരു 2-3 ഡേയ്സ് ഇത് വാൾപേപ്പർ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും ഈ ഫസ്റ്റ് 20 എലമെന്റ്സ്. കാരണം നമുക്ക് ഫസ്റ്റ് 30 എലമെന്റ്സ് അല്ലേ പഠിക്കാനുള്ളൂ, മുഴുവൻ പീരിയോഡിക് ടേബിൾ ഒന്നും പഠിക്കാനില്ല. ഇനി അടുത്ത എലമെന്റ്സിന് പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. ഓക്കെ, അടുത്ത എന്താ പറയാ 20 to 30 എലമെന്റ്സിന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് ബോർ ബ്യൂറി റൂൾ പഠിക്കണം. അതായത് ബോറും ബ്യൂറിയും ഇവര് നമ്മുടെ ഇലക്ട്രോൺസിനെ ആറ്റംസിൽ ഫില്ല് ചെയ്യാൻ കുറച്ച് നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് ഷെല്ലുകളിൽ ഫില്ല് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം ഓരോ ഇലക്ട്രോൺസും ന്യൂക്ലിയസിന്റെ ചുറ്റും ഡെഫിനറ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസിൽ അല്ലെങ്കിൽ ഓർബിറ്റ്സിൽ അല്ലെങ്കിൽ അറ്റോമിക് ഷെല്ലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ബോർ, ഇപ്പൊ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് ബോർ ആറ്റം മോഡൽ ആണ്. അപ്പൊ ഈ ബോർ ആറ്റം മോഡൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോർ പറഞ്ഞു നമ്മുടെ ആറ്റത്തിന്റെ നടുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് അതിനു ചുറ്റും ഡെഫിനറ്റ് ആയിട്ടുള്ള ഷെല്ലുകളിലാണ് നമ്മുടെ എന്തിരിക്കുന്നത്, ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. എന്നിട്ട് ബോർ ഈ ഷെല്ലിനെ നെയിം ചെയ്തു. ഷെല്ലിനെ എങ്ങനെ നെയിം ചെയ്തു?
KLMN എന്ന് പറഞ്ഞിട്ട് ഓരോ ഷെല്ലുകളെയും നെയിം ചെയ്തു. അപ്പൊ ആദ്യത്തെ ഷെല്ലിന് ബോർ K ഷെൽ എന്ന് പേരിട്ടു. ഫസ്റ്റ് ഷെല്ലാണ് N=1. ഇവിടെ N എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ കണ്ടോ, ഫസ്റ്റ് റൂള് പറയുന്നത് എന്താണ്? ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എ ഷെൽ. ഒരു ഷെല്ലിലുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2n² ആണ് എന്ന് നമ്മളുടെ ബോർ പറഞ്ഞു. ബോർ ബ്യൂറി രണ്ടുപേരും സെപ്പറേറ്റ്ലി ആണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ ബോർ പറഞ്ഞു 2n² ആണ് എന്ത് പറയുന്നത്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഷെൽ, ഈ N എന്ന് പറയുന്ന ഷെല്ലിന്റെ നമ്പർ ആണ്. അപ്പൊ ആദ്യത്തെ ഷെല്ലിനെ K ഷെൽ എന്ന് വിളിച്ചു. N=1 ആയിട്ടുള്ള K ഷെൽ. അത് കഴിഞ്ഞ് N=2 ആയിട്ടുള്ള L ഷെൽ. അത് കഴിഞ്ഞ് N=3 ആയിട്ടുള്ള M ഷെൽ. N=4 ആയിട്ടുള്ള N ഷെൽ. അപ്പൊ KLMN എന്ന് പറഞ്ഞാണ് ഷെല്ലുകൾക്ക് പേരിട്ടത്. അപ്പൊ ഈ ഒരു ഷെല്ലില് നമുക്ക് തോന്നിയ പോലെ നമുക്ക് ഇലക്ട്രോൺസിനെ കുത്തി നിറച്ച് വെക്കാൻ പറ്റില്ല. ഓരോ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ ആണ് നമ്മൾ പറയുന്നത് എന്ത്, 2n² എന്ന് പറയുന്നത്. ഓരോ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ ആണ് നമ്മൾ പറയുന്നത് 2n². എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെല്ലിന്റെ നമ്പർ ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഷെല്ല് കൺസിഡർ ചെയ്യാണ്. ആദ്യത്തെ ഷെല്ല് ഏതാണ്, K ഷെല്ലാണ്. സോ ഇപ്പൊ നമ്മളത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്കിപ്പോ ചിന്തിക്കാം എന്തുകൊണ്ടാണ് ഷെൽസിന് ABCDE എന്ന് പറഞ്ഞ് പേരിടാതിരുന്നത് അല്ലെ. പൊതുവെ നമ്മൾ എന്തിലെങ്കിലും നെയിം ചെയ്യുമ്പോൾ ഫസ്റ്റ് ABCD എന്നാ തുടങ്ങുന്നത്. പക്ഷെ മിഡിലിൽ നിന്ന് KLMN എന്ന് പറഞ്ഞാണ് നെയിം ചെയ്ത് തുടങ്ങിയത്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ബോറിനും ഷുവർ അല്ലായിരുന്നു ഈ K ഷെല്ലിന് മുമ്പ് ഇതിലും ലോവസ്റ്റ് എനർജി ഉള്ള ഒരു ഷെൽ ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ബോറിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് KLMN എന്ന് പറഞ്ഞ് നെയിം ചെയ്ത് തുടങ്ങിയത്. സോ പിന്നീട് ഫ്യൂച്ചറിൽ ആരെങ്കിലും ഇനിയും ഷെൽസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിലും ലോവസ്റ്റ് ആയിട്ടുള്ള ഷെൽസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിലേക്ക് ആഡ് ചെയ്ത് പോവാം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ നോർത്ത് വെക്കാം. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നില്ല. വിത്ത് തിങ് ജസ്റ്റ് ഫോർ യുവർ നോളജ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ KLMN എന്ന് പറഞ്ഞ ഷെല്ലിനെ നെയിം ചെയ്തു. നമ്മളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്ന ഓരോ ഷെല്ലിലും കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 2n² വെച്ചിട്ടാണ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 2n² വെച്ചിട്ടാണ്. അപ്പൊ K ഷെൽ ആവുമ്പോൾ N=1 ആണ്. അപ്പൊ 2 × 1² എത്ര വരും, 2 ഇലക്ട്രോൺസ് എന്ന് വരും. 2 × 1² 2 ഇലക്ട്രോൺസ് ആണ് K ഷെല്ലിൽ കൊള്ളിക്കാൻ പാടുള്ളൂ. മാക്സിമം 2 ഇലക്ട്രോൺസിനെയാണ് K ഷെല്ലിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. K ഷെല്ല് നമ്മുടെ 2 വീലർ പോലെയാണ്. രണ്ട് ഇലക്ട്രോൺസിനെയാണ് K ഷെല്ലിന് പറ്റുള്ളൂ. ഇനി L ഷെല്ല് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, N=2 ആവുമ്പം 2 × 2², 2 4 8 ഇലക്ട്രോൺസ് L ഷെല്ലിന് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി M ഷെല്ലിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, 2 × 3², അതായത് 2 × 9, 18 ഇലക്ട്രോൺസ് ആർക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും, M ഷെല്ലിന് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ K ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, L ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, M ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് ആൻഡ് N ഷെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോൺസ് വരും, 2 × 4², 16 × 2 32 ഇലക്ട്രോൺസ് വരും. അപ്പൊ ഓർത്ത് വെക്കുക, ഈ ഒരു പാറ്റേൺ ഓർത്ത് വെക്കുക. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2n² ആണ്. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, അടുത്ത ഷെല്ലിൽ 18 ഇലക്ട്രോൺസ്, അടുത്ത ഷെല്ലിൽ 32 ഇലക്ട്രോൺസ്. ഓർത്ത് വെക്കുക, 2 8 18 32 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. വാട്ട് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദ M ഷെൽ. M ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ വാട്ട് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ K ഷെൽ. അല്ലെങ്കിൽ എന്താണ്, ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, 2n². ഇത്രയാണ് ഈ ഏരിയയിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ഫസ്റ്റ് റൂൾ ആണ് നമ്മൾ പറഞ്ഞത്, ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം ഫിക്സ്ഡ് ആണ്. അത് നമുക്ക് കിട്ടുന്നത് 2n² വെച്ചിട്ടാണ്. അതാണ് ആദ്യത്തെ റൂൾ. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ടർമോസ്റ്റ് ഷെൽ, ഏറ്റവും പുറമേ ഉള്ള ഷെല്ലിനെ നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഷെൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഏറ്റവും പുറമേ ഉള്ള ഷെല്ലില് 8 ഇലക്ട്രോൺസിൽ കൂടുതൽ വരാൻ പാടില്ല. കണ്ടോ, cannot have more than 8 ഇലക്ട്രോൺസ്. 8 ഇലക്ട്രോൺസിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലില് ആറ്റം എപ്പോഴും ട്രൈ ചെയ്യുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ നമ്മൾ പറയും അതിന് ഒക്ടറ്റ് കിട്ടി എന്ന് പറയും. ഒക്ടറ്റ് കിട്ടി. ഒക്ടറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണെങ്കിൽ ആറ്റം ഒക്ടറ്റിലാണ് ഇരിക്കുന്നത്. ആറ്റം സ്റ്റേബിൾ ആണ്.
ഓക്കെ, എന്തിനാണ് 8 ഇലക്ട്രോൺസ് വേണം എന്ന് പറയണേ? കാരണം അത് സ്റ്റേബിൾ ആയിട്ടിരിക്കും 8 ഇലക്ട്രോൺസ് വരുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വാലൻസ് ഷെല്ലിൽ എന്താണ്, cannot have more than 8 electrons. 8 ഇലക്ട്രോൺസ് കൂടുതൽ വരാൻ പാടില്ല. ആൻഡ് ദ ഷെൽ നെക്സ്റ്റ് ടു ഇറ്റ്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള ഷെല്ല്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെനൾട്ടിമേറ്റ് ഷെൽ. ഓർത്തിരിക്കുക, ഒരു തവണ എക്സാമിന് പെനൾട്ടിമേറ്റ് ഷെൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പെനൾട്ടിമേറ്റ് ഷെൽ ഇസ് ഈക്വൽ ടു ഔട്ടർ മോസ്റ്റ് ഷെൽ, വാലൻസ് ഷെൽ, ആൻഡ് എന്താണ് ദ ഷെൽ നെക്സ്റ്റ് ടു, അല്ലെങ്കിൽ ഷെൽ ഇന്നർ ടു ദ വാലൻസ് ഷെൽ, അങ്ങനെ അങ്ങനെ ഓപ്ഷൻസ് തരും. അപ്പൊ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ മുമ്പിലുള്ള ഷെല്ല്. ദ നെക്സ്റ്റ് ഇന്നർ ഷെല്ലാണ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ ഉള്ളിലുള്ള നെക്സ്റ്റ് ഇന്നർ ഷെല്ലാണ് പെനൾട്ടിമേറ്റ് ഷെൽ. പെനൾട്ടിമേറ്റ് ഷെല്ലില് 18 ഇലക്ട്രോൺസിൽ കൂടുതലും വരാൻ പാടില്ല. ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് മാക്സിമം വരാൻ പാടുന്നത്. പെനൾട്ടിമേറ്റ് ഷെല്ലിൽ എത്രയാണ്, 18 ഇലക്ട്രോൺസിൽ കൂടുതൽ വരാൻ പാടില്ല. മാക്സിമം 18 ഇലക്ട്രോൺസ് ആണ് വരാൻ പാടുള്ളൂ. അതാണ് സെക്കൻഡ് റൂൾ. ഇനി തേർഡ് റൂൾ എന്ന് പറയുന്നത്, even if the capacity of penultimate shell exceeds 8, it cannot have more than 8 electrons unless there are 2 electrons in the outermost shell. ഈ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ പെനൾട്ടിമേറ്റ് ഷെല്ലില് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലോണം മനസ്സിലാവും. എന്നാൽ റൂള് പറഞ്ഞിട്ട് ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിപ്പിച്ചുതരാം. അതായത് നമ്മള് പെനൾട്ടിമേറ്റ് ഷെല്ലില് വരുമ്പോ 8 ഇലക്ട്രോൺസിനേക്കാൾ ഇപ്പൊ എനിക്ക് 9 ഇലക്ട്രോൺ നിറയ്ക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ 8 ഇലക്ട്രോണിൽ കൂടുതൽ നിറയ്ക്കാൻ പാടുള്ളൂ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉള്ളിലുള്ള ഷെല്ല് പെനൾട്ടിമേറ്റ് ഷെല്ലിൽ 8 കൂടുതൽ ഇലക്ട്രോൺസ് നിറയ്ക്കാൻ പറ്റുള്ളൂ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇപ്പൊ പറഞ്ഞ റൂള് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പൊ ക്ലിയർ ആയിട്ടില്ലെങ്കിലും പേടിക്കേണ്ട, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഞാൻ ഈ റൂൾ ഒന്നും കൂടെ സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ 3 റൂള് വെച്ചിട്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കും. ഒന്ന് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും 2 സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതാൻ പഠിക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മസ്റ്റ് ആയിട്ടും ചോദിക്കും, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ 30 എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്താണെങ്കിലും ചോദിക്കും. അപ്പൊ നോക്കാം, ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന് 1 ഇലക്ട്രോൺ ആണ് ഉള്ളൂ. ഈ ഇലക്ട്രോണിനെ നമ്മൾ ഏത് ഷെല്ലിലാണ് നിറയ്ക്കുക? ഫസ്റ്റ് ഷെല്ലായിട്ടുള്ള കെ ഷെല്ലില് ഹൈഡ്രജന്റെ 1 ഇലക്ട്രോണിനെ നിറച്ചു. അപ്പൊ ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1 എന്ന് വരും. ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 വന്നു. ഫസ്റ്റ് ഷെല്ലിൽ നമ്മൾ ഹൈഡ്രജന്റെ ആദ്യത്തെ ഇലക്ട്രോണിനെ നിറച്ചു. ഓക്കെ, അപ്പൊ ഹൈഡ്രജനെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതിന്റെ 1 ഇലക്ട്രോണേ ഉള്ളൂ. അത് ഫസ്റ്റ് ഷെല്ലിൽ ഞാൻ എന്ത് ചെയ്തു? നിറച്ചു. ഓക്കെ, ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഏതാണെങ്കിൽ ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതിന്റെ 1 ഇലക്ട്രോൺ എന്താണ് നമ്മൾ ഫസ്റ്റ് ഷെല്ല് നിറച്ചു. അതായത് കെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്തു? നിറച്ചു കൊടുത്തു. ഫസ്റ്റ് കെ ഷെല്ലിൽ നമ്മൾ എന്ത് ചെയ്തു? ഹൈഡ്രജന്റെ ഫസ്റ്റ് ഇലക്ട്രോൺ നിറച്ചു. ഇനി ഹീലിയം വരാണെങ്കിൽ എന്താണ്? അതിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. 2 ഇലക്ട്രോൺസ് അല്ലെ. ആ കെ ഷെല്ലിൽ തന്നെ എന്താണ്? 2 ഇലക്ട്രോൺസ് നിറയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ കെ ഷെല്ലിൽ തന്നെ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഫില്ലായിട്ട് വരും. ഇനി അടുത്ത ആള് വരികയാണ്, ലിഥിയം വരികയാണ്. ലിഥിയം വരുമ്പം ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ്. അതിനകത്ത് 3 ഇലക്ട്രോൺസ് ഉണ്ട് ലിഥിയത്തിന്റെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഷെല്ലിന് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ എടുക്കാനായിട്ട് പറ്റും? ഫസ്റ്റ് ഷെല്ലിന് മാക്സിമം 2 ഇലക്ട്രോൺസിനെ എടുക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ അല്ലെ. ഫസ്റ്റ് ഷെല്ലിന് മാക്സിമം 2 ഇലക്ട്രോൺസിനെ എടുക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇലക്ട്രോൺ എവിടെ പോവും? എൽ ഷെല്ലിൽ പോവും. ദിസ് ഇസ് കെ ഷെൽ, ദിസ് ഇസ് എൽ ഷെൽ, ദിസ് ഇസ് എം ഷെൽ ആൻഡ് ദിസ് ഇസ് എൻ ഷെൽ അല്ലെ. അപ്പൊ കെ ഷെല്ലിന്റെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ആ 2 എണ്ണം കെ ഷെല്ലിൽ ഫില്ലായി കഴിയുമ്പോൾ അടുത്ത ഇലക്ട്രോൺ എവിടെ പോവും? എൽ ഷെല്ലിലേക്ക് പോകും. അപ്പൊ ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ലിഥിയം ഇസ് അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പൊ ആദ്യത്തെ 2 ഇലക്ട്രോൺസ് കെ ഷെല്ലിൽ പോയി. ഇതിന് അടുത്ത ഇലക്ട്രോൺസ് എവിടെ പോവും? എൽ ഷെല്ലിൽ പോകും. അപ്പൊ 2, 1 എന്നാണ് ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി ബെറീലിയത്തിലേക്ക് വരുമ്പോൾ ബെറീലിയത്തിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ 2 ഇലക്ട്രോൺസ് എവിടെ പോയി? കെ ഷെല്ലിൽ പോയി. കെ ഷെല്ല് ഹൗസ്ഫുൾ ആയി. കെ ഷെല്ലിൽ ഇനി കപ്പാസിറ്റി ഇല്ല. ബാക്കിയുള്ള 2 ഇലക്ട്രോൺസ് എവിടെ പോകും? എൽ ഷെല്ലിലേക്ക് പോകും. അപ്പൊ 2, 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ബെറീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും.
ബോറോൺ വരുമ്പോഴോ ബോറോണിന് 5 ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യത്തെ 2 ഇലക്ട്രോൺസ് കെ ഷെല്ലിൽ പോയി, അപ്പൊ 2. ബാക്കിയുള്ള 3 ഇലക്ട്രോൺസ് എൽ ഷെല്ലിൽ പോയി. 2,3 ബോറോണും സെറ്റായി. ഇനി കാർബൺ ആണെങ്കിലോ കാർബണിന്റെയും ഫസ്റ്റ് 2 ഇലക്ട്രോൺസ് എവിടെ പോയി? കെ ഷെല്ലിൽ പോയി. ഇതൻ എന്താണ്? എൽ ഷെല്ലില് 4 ഇലക്ട്രോൺസ് 2, 4. ഓക്കെ. നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്, അപ്പൊ എന്ത് വരും? 2, 5. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്, 2, 6. ഫ്ലൂറിനോ? ഫ്ലൂറിൻ ഇസ് അറ്റോമിക് നമ്പർ 9 ആണ്, 2, 7. നിയോൺ നോക്കിക്കേ, നിയോൺ ഇസ് അറ്റോമിക് നമ്പർ 10 ആൻഡ് 2, 8 എന്ന് പറഞ്ഞു വന്നു. നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ് ആൻഡ് എന്ത് വന്നു? 2, 8 എന്ന് വന്നു. നിയോണിന് എന്തുണ്ട്? നിയോണിന്റെ ഔട്ടർമോസ്റ്റ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ നിയോണിന് എന്തുണ്ട്? ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? 8 ഇലക്ട്രോൺസ് ഉണ്ട്. നിയോൺ എന്താണെന്ന് നമുക്ക് പറയാം? നിയോൺ സ്റ്റേബിൾ ആണ് എന്ന് പറയാം അല്ലെ? നിയോൺ ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, നിയോൺ സ്റ്റേബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ നിയോണിനെ വിളിക്കുന്നത് നിയോൺ ഒരു നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസ് എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പീരിയോഡിക് ടേബിൾ എവിടെതാ? പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഈ അറ്റത്ത് കിടക്കുന്ന ആളുകളാണ് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, റെഡോൺ. ഇവരാണ് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് ഇവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇവർക്ക് ഇവരുടെ എല്ലാവരുടെയും ഔട്ടർമോസ്റ്റ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും 8 ഇലക്ട്രോൺസ് ഉണ്ട് എക്സെപ്റ്റ് ഹീലിയം. ഹീലിയത്തിന് 8 ഇലക്ട്രോൺസ് ഇല്ല ഔട്ടർമോസ്റ്റ് ഷെല്ലില്. ഹീലിയത്തിന് ആകെ എന്തേ ഉള്ളൂ? ഹീലിയത്തിന് 2 ഇലക്ട്രോൺസേ ആകെ ഉള്ളൂ. പക്ഷെ ഹീലിയത്തിന്റെ കെ ഷെൽ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലെ? കെ ഷെൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് ഹീലിയവും സ്റ്റേബിൾ ആണ്. ഓക്കെ. അപ്പം നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, റെഡോൺ എടുത്താൽ ഇവർക്ക് എല്ലാവർക്കും ഒക്ടറ്റ് ഇലക്ട്രോൺസ് ഉണ്ട്. ഹീലിയത്തിന് 2 ആണ്. ഹീലിയം എക്സെപ്ഷൻ ആണ്. പക്ഷെ ഹീലിയവും എന്താണ്? നോബിൾ ഗ്യാസ് എലമെന്റ്സ് ആണ്. അപ്പൊ ഇവരെല്ലാവരും നോബിൾ ഗ്യാസ് ആണ്. ഇവർ സ്റ്റേബിൾ ആണ്. ഇവർക്ക് ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓർത്ത് വയ്ക്കാം. ഓക്കെ. അപ്പം എന്താണ് നമ്മൾ എവിടെയായിരുന്നു? ഓക്കെ. അപ്പൊ നമ്മൾ നിയോൺ വരെ എഴുതാൻ പഠിച്ചു അല്ലെ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, നിയോൺ വരെ എഴുതി. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസേ പറ്റുള്ളൂ? 8 ഇലക്ട്രോൺസേ പറ്റുള്ളൂ അല്ലെ? 8 ഇലക്ട്രോൺസ് ആണ് മാക്സിമം കപ്പാസിറ്റി ഓഫ് എൽ ഷെൽ എന്ന് പറയുന്നത്. എൽ ഷെല്ലിന്റെ മാക്സിമം കപ്പാസിറ്റി തീർന്നു. അപ്പൊ സോഡിയം വരെയാണ്. സോഡിയത്തിന് 11 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ആദ്യത്തെ 2 ഇലക്ട്രോൺസ് കെ ഷെൽ എടുത്തു. ബാക്കിയുള്ള 8 ഇലക്ട്രോൺസ് ആരെടുത്തു? എൽ ഷെൽ എടുത്തു. ഇനി 1 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. അത് എങ്ങോട്ട് പോകും? തേർഡ് ഷെല്ലിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 എന്ന് കിട്ടി. അപ്പം സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളിപ്പോ എഴുതുവാണെങ്കിൽ, സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ എന്ത് പറ്റും? സോഡിയം ഇസ് അറ്റോമിക് നമ്പർ 11 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 2, 8, 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പറ്റും. ഇതേ സെയിം പാറ്റേൺ അങ്ങ് ഫോളോ ചെയ്ത് പോവാ. മെഗ്നീഷ്യത്തിൽ എങ്ങനെയാണ്? 2, 8, 2 എന്ന് വരും. അലൂമിനിയത്തിന് 2, 8, 3. സിലിക്കണിന് 2, 8, 4. കണ്ടോ? സിലിക്കൺ ഇസ് അറ്റോമിക് നമ്പർ 14. സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ. ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ 15 ആണ്. സൾഫർ എന്ന് പറയുമ്പോൾ 16 ആണ്. ക്ലോറിൻ എന്ന് പറയുമ്പോൾ എന്താണ്? 17 ആണ്. 18. കണ്ടോ? അടുത്ത നോബിൾ ഗ്യാസ് എലമെന്റ് വന്നു. ആരാണത്? ആർഗൺ ആണ്. ആർഗണിന്റെ ഔട്ടർമോസ്റ്റ് ഷെൽ എടുത്താൽ ആർഗണിന് എന്തുണ്ട്? ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ആർഗൺ ഇസ് എ നോബിൾ ഗ്യാസ്. ഓക്കെ. അപ്പം 18 വരെ നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു. ഇനി അടുത്തത് ആര് വരും? 19 ആയിട്ടുള്ള ആര് വരും? പൊട്ടാസ്യം വരും അല്ലെ? പൊട്ടാസ്യം ഇസ് അറ്റോമിക് നമ്പർ 19 ആണ്. അപ്പൊ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുക? അറ്റോമിക് നമ്പർ 19 ആയിട്ടുള്ള പൊട്ടാസ്യം വരുമ്പോ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുക? പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേ. എങ്ങനെയായിരിക്കും പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേ. ഇപ്പൊ നമ്മള് 18 എലമെന്റ്സിന്റെ എഴുതാൻ പഠിച്ചല്ലോ. സോ ദാറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം 19ാമത്തെ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 2, 8. കമന്റ് 2, 8. എവിടെ കമന്റ്? ഇവിടെ ഇല്ലേ നിങ്ങള്? എന്താ വരാ? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വരും. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരും. മൂന്നാമത്തെ ഷെല്ലിന്റെ കപ്പാസിറ്റി എത്രയാണ്? 2, 8, 18 ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് വരും? 2, 8 എങ്ങനെയാ വരിക? എവിടെ പോയി? എന്താണ് കമന്റ് ചെയ്യാത്തത്? കൺഫ്യൂഷൻ ആയതുകൊണ്ടാണോ കമന്റ് ചെയ്യാത്തത്? കമന്റ് ചെയ്തോ, തെറ്റിയാലും കുഴപ്പമില്ല. ഓഡിബിൾ അല്ലേ?
ഓക്കെ, അപ്പം എന്താ പറയാ, പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പം പൊട്ടാസ്യം ഇസ് അറ്റോമിക് നമ്പർ നമ്മൾ പറയാണ്, പൊട്ടാസ്യം ഇസ് അറ്റോമിക് നമ്പർ 19 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് വിചാരിക്കാം പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 289 എന്നാണ് അല്ലെ. പക്ഷെ ഇതെന്താണ്, ഈ ഒരു നമ്മളിപ്പോ വിചാരിച്ച ഇത് തെറ്റാണ്. ദിസ് ഇസ് റോങ്. ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല. പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയല്ല വരുന്നത്. ദിസ് ഇസ് റോങ്. ഇനി പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു എപ്പോഴും എന്താണ്, നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മളുടെ പെനൾട്ടിമേറ്റ് ഷെല്ലില് അല്ലെങ്കിൽ ആറ്റം എപ്പോഴും ട്രൈ ചെയ്യുന്ന എങ്ങനെയാണ്, ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഇലക്ട്രോൺസ് ഫസ്റ്റ് ഷെല്ലിൽ ഫില്ലായി, ദെൻ 2 ഇലക്ട്രോൺസ് 8 ഇലക്ട്രോൺസ് സെക്കൻഡ് ഷെല്ലിൽ ഫില്ലായി, ദെൻ 8 ഇലക്ട്രോൺസ് തേർഡ് ഷെല്ലിൽ ഫില്ലായി കഴിഞ്ഞ് അത് 4th ഷെല്ലിലാണ് അടുത്ത ഇലക്ട്രോൺ ഫില്ലാവുക. 2881 എന്നാണ് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക, നോട്ട് 289. അത് എന്താണ് 2881 എന്ന് വന്നത് എന്ന് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയിൽ മനസ്സിലാവും. ഇപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതുക, 2881. അപ്പൊ കാൽഷ്യത്തിന്റെ എങ്ങനെയാ എഴുതുക, 2882 എന്നാ വരാ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എന്താണ്, സബ്ഷെല്ലിനെ കുറിച്ച് കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ സബ്ഷെല്ലിനെ കുറിച്ച് പഠിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ് ഇങ്ങനെ വന്നത് എന്ന്. ഓക്കെ, അപ്പൊ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതുകൊണ്ട് തന്നെ ചോദിക്കും. എല്ലാവരും വിചാരിക്കും 289 എന്നാണ്, പക്ഷെ അല്ല, എങ്ങനെയാണ് 2881 എന്നാണ്. കാൽസ്യത്തിന്റെ എങ്ങനെയാണ് 2882 എന്നാണ്. ഓക്കെ, ഓർത്ത് വെക്കണം. ഞാൻ കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഫുൾ കമന്റ് ചെയ്തില്ല. അപ്പൊ ഓർത്ത് വെക്കുക, പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് 2881 ആൻഡ് കാൽസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് 2882. ഓക്കെ, ഇനി അടുത്ത എലമെന്റ്സിലേക്ക് നമ്മൾ പോവാണ്. അതായത് 21 മുതൽ 30 വരെയുള്ള എലമെന്റ്സിലേക്ക് നമ്മൾ പോവാണ്. സ്കാൻഡിയം എടുക്കുകയാണെങ്കിൽ സ്കാൻഡിയം ഇസ് അറ്റോമിക് നമ്പർ 21 ആണ്. സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് വരുന്നത്, 2892 എന്നാണ് വരുന്നത്. സി, നമ്മൾ പഠിച്ച തേർഡ് റൂൾ ആണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. കണ്ടോ, തേർഡ് റൂൾ എന്തായിരുന്നു, ഈവൻ ഇഫ് ദ കപ്പാസിറ്റി ഓഫ് ദ പെനൾട്ടിമേറ്റ് ഷെൽ എക്സീഡ്സ് 8, it cannot have more than 8 electrons unless there are 2 electrons in the outermost valence shell. outermost ഷെല്ലില് 2 ഇലക്ട്രോൺസ് വേണം. outermost ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പെനൾട്ടിമേറ്റ് ഷെല്ലിൽ നമുക്ക് 8ൽ കൂടുതൽ ഇലക്ട്രോൺസ് ആക്കാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കേ, പൊട്ടാസ്യം എത്തിയപ്പം തേർഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയി, ഫോർത്ത് ഷെല്ലിൽ 1 ഇലക്ട്രോൺ കൊടുത്തു. കാൽസ്യം എത്തിയപ്പോ എങ്ങനെയാണ്, തേർഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, ഫോർത്ത് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്. ഇനി അടുത്തത് കണ്ടോ, പെനൾട്ടിമേറ്റ് ഷെല്ലില് 9 ഇലക്ട്രോൺസ് ആയത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഈ റൂൾ കൊണ്ടാണ്. കണ്ടോ, ഇവിടെ 2 ഇലക്ട്രോൺസ് ഓൾറെഡി ഫിൽഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 8 കൂടുതൽ ഇലക്ട്രോൺസ് കൊടുക്കാം. ഇവിടെ 9 ആയി. കണ്ടോ, അടുത്ത ടൈറ്റാനിയം വന്നപ്പം ഇവിടെ 2 ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ട്, അപ്പൊ 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്തു, 10 ആയി. ഇവിടെ 11 ആയി. അടുത്തത് ഒരു എക്സെപ്ഷൻ ഉണ്ട്, ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ വിചാരിക്കും 28, ഇവിടെ 2 ഉണ്ട്, അപ്പൊ 12 ആണ് വരേണ്ടതെന്ന്. അല്ല, ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക 2813 എന്നാണ്. ഈ എക്സെപ്ഷൻ ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് തന്നെ എക്സാമിന് എടുത്തെടുത്ത് ചോദിക്കും, അതുകൊണ്ട് പഠിച്ചു വെക്കണം. 2813 എന്നാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച്, എന്തുകൊണ്ടാണ് ഈ ഒരു എക്സെപ്ഷൻ വരുന്നതെന്ന് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. എന്താണ് ഈ എക്സെപ്ഷൻ വരുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സബ്ഷെല്ലുകളെ കുറിച്ച് പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് പക്ഷെ ഇപ്പൊ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാൽ പക്ഷെ എഴുതണം, എങ്ങനെയാണ് 2813 എന്നാണ്. ഓക്കെ, ഇനി മാംഗനീസിന്റെ വരുമ്പോ എന്ത് വരും, 2813 എന്ന് പറഞ്ഞ മാംഗനീസ് വരും. ഓക്കെ, ഇനി എന്താണ്, അയൺ വരുമ്പം അറ്റോമിക് നമ്പർ 26 ആണ്, 28142 എന്ന് വരും. കൊബാൾട്ട് വരുമ്പം 28152 എന്ന് വരും. നിക്കൽ വരുമ്പം 28162 എന്ന് വരും. അടുത്ത എക്സെപ്ഷൻ വന്നു, എന്താണ്, കോപ്പർ ഇസ് 28181 എന്നും സിങ്കസ് 28182 എന്നുമാണ്. അപ്പം ഈ ആദ്യ 21 മുതൽ 30 എലമെന്റ്സിനെ ഓർത്തിരിക്കാനുള്ള ഒരു ട്രിക്ക് ഇതാണ്. സ്കൂൾ ടൈമിൽ വിക്രമൻ, ഇപ്പൊ സ്കൂൾ ടൈമിൽ എന്ന് പറയുമ്പോൾ സ്കാൻഡിയം, ടൈറ്റാനിയം. വിക്രമൻ എന്ന് പറയുമ്പോൾ വനേഡിയം, ക്രോമിയം, മാംഗനീസ്. അപ്പൊ സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്നാണ്. അപ്പൊ ഫീസ് എന്ന് പറയുമ്പോൾ FE,
എഫ് ഈസ് അയൺ, കൊടുക്കാന്ന് പറയുമ്പോ കൊബാൽറ്റ്, നിക്കുക എന്ന് പറയുമ്പോ നിക്കൽ, നിക്കുന്ന എന്ന് പറഞ്ഞ അപ്പൊ നിക്കു, അപ്പൊ സി യു ഇസ് കോപ്പർ ആൻഡ് സി എന്ന് പറയുമ്പോൾ സിങ്ക് ആണ്. ഓർത്ത് വെക്കുക. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സി എന്നുള്ള ഈ ഒരു നിമോണിക് ഓർത്ത് വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താണ് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൽറ്റ്, നിക്കൽ, കോപ്പർ, സിങ്ക്. അതില് എക്സെപ്ഷൻ ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഓർത്ത് വെക്കുക. ബേസിക്കലി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 20 എലമെന്റ്സിന്റെ ആണ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കുള്ളൂ. ഓക്കെ, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യത്തെ 20 എലമെന്റ്സിന്റെ ചോദിക്കുന്നതാണ് മര്യാദ. ബിക്കോസ് എന്താണ്, അത് കഴിഞ്ഞുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണം. പക്ഷെ വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ 30 എലമെന്റ്സിന്റെ വെച്ചത്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൽറ്റ്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ, അപ്പം ഷെല്ലിൽ ഇലക്ട്രോണുകൾ നിറയ്ക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഇതുവരെ പഠിച്ചത് ക്ലിയർ ആണോ? ഇതുവരെ പഠിപ്പിച്ച ഫുൾ ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് പോവാം. ഇതുവരെ പറഞ്ഞ ഫുൾ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസിലേക്ക് പോവാം. അതായത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് നമ്മുടെ ആറ്റത്തില്, ഷെല്ലില് ഇലക്ട്രോൺസ് നമ്മൾ ഫില്ല് ചെയ്യും. പിന്നീട് നമ്മൾ ഇതിനിങ്ങനെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ശരിക്കും ഷെല്ലുകളെ പിന്നെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സബ്ഷെൽസ് എന്ന് വിളിക്കുന്നത്. അതായത് ഓരോ ഷെല്ലിനും പിന്നെയും സബ് ഡിവിഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സബ്ഷെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ സബ്ഷെല്ലുകളിലാണ് ശരിക്കും വന്ന് ഇലക്ട്രോണുകൾ നിറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സബ്ഷെൽ? ഇസ് എ സബ് ഡിവിഷൻ ഓഫ് അറ്റോമിക് ഷെൽസ്. അറ്റോമിക് ഷെല്ലുകളുടെ സബ് ഡിവിഷൻ ആണ് സബ്ഷെൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ സബ്ഷെൽസ് ഉണ്ട്? 4 തരത്തിലുള്ള സബ്ഷെൽസ് ഉണ്ട്. എസ് പി ഡി എഫ്. ഓക്കെ, എസ് പി ഡി എഫ് എന്ന് പറഞ്ഞ് 4 സബ്ഷെല്ലുകളുണ്ട്. നമ്മൾ ഷെല്ലിന് പേരിട്ടല്ലോ, KLM എന്ന് പറയുന്ന പോലെ എസ് പി ഡി എഫ് എന്ന് പറഞ്ഞ 4 സബ്ഷെല്ലുണ്ട്. ഈ എസ് പി ഡി എഫ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ്, പ്രിൻസിപ്പിൾ, ഡിഫ്യൂസ്, ഫണ്ടമെന്റൽ, അങ്ങനെയാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ഇപ്പൊ എസ് ഫോർ ഷാർപ്പ്, പി ഫോർ പ്രിൻസിപ്പിൾ, ഡി ഫോർ ഡിഫ്യൂസ്, എഫ് ഫോർ ഫണ്ടമെന്റൽ, അങ്ങനെയാണ് അതിന്റെ എന്താ പറയുന്നത് ഫുൾ ഫോം വരുന്നത്. അത്ര ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ലായിരിക്കും. പക്ഷെ എസ് പി ഡി എഫ് എന്ന് പറഞ്ഞ സബ്ഷെൽസ് ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ ഈ ഒരു സബ്ഷെല്ലില് നമ്മൾ നോക്കേണ്ടത് ഓരോ ഷെല്ല് എടുത്താലും ഞാൻ പറഞ്ഞു എല്ലാ ഷെല്ലിനും സബ്ഷെല്ലുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഷെല്ല് എടുത്തു, കെ ഷെല്ല് എടുത്തു. അപ്പൊ അതിൽ ഏതൊക്കെ സബ്ഷെൽ ഉണ്ടാവും? ആദ്യത്തെ ഷെല്ലിന് ഒരു സബ്ഷെല്ലേ ഉള്ളൂ, എസ് സബ്ഷെൽ. ഓക്കെ, ആദ്യത്തെ ഷെല്ലിന് ഒരു സബ്ഷെല്ലേ ഉള്ളൂ, ദാറ്റ് ഇസ് എസ് സബ്ഷെൽ. അപ്പൊ ഫസ്റ്റ് ഷെല്ല് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ട്? എസ് സബ്ഷെൽ ഉണ്ട്. ഇനി സെക്കൻഡ് ഷെല്ല് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൽ ആരൊക്കെ ഉണ്ട്? അതിന് എസും ഉണ്ട്, പിയും ഉണ്ട്. ഇനി തേർഡ് സബ്ഷെല്ല് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൽ ആരൊക്കെ ഉണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. ഇനി ഫോർത്ത് സബ്ഷെല്ല് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൽ ആരൊക്കെ ഉണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഷെല്ലിന്റെ നമ്പർ തന്നെയാണ് സബ്ഷെല്ലിന്റെ നമ്പർ. ആദ്യത്തെ ഷെല്ലിന് ഒരു സബ്ഷെൽ, രണ്ടാമത്തെ ഷെല്ലിന് 2 സബ്ഷെൽ, മൂന്നാമത്തെ ഷെല്ലിന് 3 സബ്ഷെൽ, നാലാമത്തെ ഷെല്ലിന് 4 സബ്ഷെൽ. അപ്പൊ ഷെൽ നമ്പർ ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് സബ്ഷെൽസ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. 5ാമത്തെ ഷെല്ലിന് 5 സബ്ഷെൽസ് ഉണ്ടോ? ഉണ്ട്. ഈ എസ് പി ഡി എഫ് അല്ലാതെ പിന്നെയും കുറച്ച് സബ്ഷെല്ലുകൾ ഉണ്ട്. നമുക്ക് അപ് ടു 10th ലെവൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പിന്നെ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ഓക്കെ, അപ്പം എന്താ പറയാ, ഷെല്ലിന്റെ നമ്പർ ആണ് സബ്ഷെല്ലിന്റെ നമ്പർ എന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിനിപ്പം ഇപ്പൊ നമ്മൾ പറയാണ് ഈ ഫസ്റ്റ് ഷെല്ലിന്റെ ഇപ്പൊ എല്ലാ ഷെല്ലിലും കോമൺ ആയിട്ടുള്ള സബ്ഷെൽ ഏതാണ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം. വിച്ച് ഇസ് ദ സബ്ഷെൽ വിച്ച് ഇസ് കോമൺ ടു ഓൾ ഷെൽസ്? ഏതാണ് എല്ലാ ഷെല്ലിലും കോമൺ ആയിട്ടുള്ള സബ്ഷെൽ എന്ന് പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാ ഷെല്ലിലും കോമൺ ആയിട്ട് നിങ്ങൾ കാണുന്നത് ആരെയാണ്? എസ് ആണ് അല്ലെ? യെസ്, വെരി ഗുഡ്. എസ് സബ്ഷെൽ ഇസ് കോമൺ ടു എവ്രി വൺ. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറയാണ് എസ് സബ്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും പെട്ടെന്ന്. ആരുടെ എസ് അല്ലേ? അപ്പൊ നമ്മൾ സബ്ഷെല്ലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഞാൻ പറയാണ് ആദ്യത്തെ ഷെല്ലിന്റെ എസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും 1ന്റെ എസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഷെല്ലിന്റെ എസ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് പറയും 2ന്റെ എസ് ആണ്. ഇനി രണ്ടാമത്തെ ഷെല്ലിന്റെ പി സബ്ഷെൽ ആണെങ്കിൽ ഞാൻ പറയും 2ന്റെ പി ആണ്. ഇനി മൂന്നാമത്തെ ഷെല്ലിന്റെ എസ് ആണെങ്കിൽ 3ന്റെ എസ് ആണ്. 3ന്റെ പി ആണ്, 3ന്റെ ഡി ആണ്. ഇനി 4ന്റെ ആണെങ്കിലോ 4ന്റെ എസ് ആണ്, 4ന്റെ പി ആണ്, 4ന്റെ ഡി ആണ്, 4ന്റെ എഫ് ആണ്. അപ്പൊ നമ്മള് ഷെല്ലിന്റെ നമ്പർ കൊടുക്കും, എന്നിട്ട് അതിന്റെ സബ്ഷെൽ ഏതാണെന്നും പറയും. അപ്പൊ കൺഫ്യൂഷൻ ഇല്ല. ഇപ്പൊ ഞാൻ 4S എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, 4th ഷെല്ലിന്റെ എസ് സബ്ഷെൽ.
ഇലക്ട്രോൺസ് ഞാൻ പറയാണ്, ഇലക്ട്രോൺ ഫില്ല് ആവുന്നത് 4s-ലാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഫോർത്ത് ഷെല്ലിന്റെ എസ് എന്താ പറയാ, എസ് സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് വന്ന് ഫില്ല് ആവുന്നത്. സബ് ഷെല്ലിനെ നമ്മൾ ഓർബിറ്റൽ എന്നുള്ളൊരു പേരും കൂടി വിളിക്കും കേട്ടോ. സബ് ഷെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും? ഓർബിറ്റൽ എന്നുള്ളൊരു പേരും കൂടി നമ്മൾ സബ് ഷെല്ലിനെ വിളിക്കും. അപ്പൊ ഞാൻ പറയാണ്, എസ് സബ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. എല്ലാവർക്കും എസ് ഉണ്ട്, പക്ഷെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുക? അതിന് മുമ്പായിട്ട് ഷെല്ലിന്റെ നമ്പർ കൊടുക്കും. അപ്പൊ 2s എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, സെക്കൻഡ് ഷെല്ലിന്റെ എസ് സബ് ഷെൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഓരോ ഷെല്ലിലും എന്താണ്, അതിനൊരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട് അല്ലെ. KLMN നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ഷെല്ലിലാണെങ്കിൽ 2 ഇലക്ട്രോൺ, L ഷെല്ലിലാണെങ്കിൽ 8 ഇലക്ട്രോൺ, M ഷെല്ലിലാണെങ്കിൽ 18 ഇലക്ട്രോൺസ്, എന്താണ് ഫോർത്ത് ഷെല്ലിലാണെങ്കിൽ 32 ഇലക്ട്രോൺസ്. അതേപോലെ തന്നെ സബ് ഷെല്ലിന് മാക്സിമം കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് തോന്നിയ പോലെ ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എസ് സബ് ഷെല്ലിന് മാക്സിമം 2 ഇലക്ട്രോൺസിനാണ് എടുക്കാൻ പറ്റുള്ളൂ. 2 ഇലക്ട്രോൺസ് ഫുൾ ആയി കഴിയുമ്പോൾ എസ് എന്ത് ചെയ്യും? അടുത്ത ഇലക്ട്രോൺ പിക്ക് കൊടുക്കും. അപ്പൊ പിയുടെ എന്താണ്, പി സബ് ഷെല്ലിന് മാക്സിമം 6 ഇലക്ട്രോൺസിനെയാണ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എസിന് 2 ഇലക്ട്രോൺസ്, പിക്ക് മാക്സിമം എത്രയാണ്? 6 ആണ്. ഡിക്ക് എത്രയാണ്? 10 ആണ്. എഫിന് എത്രയാണ്? 14 ഇലക്ട്രോൺസ് ആണ്. ഇത് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും, പഠിക്കണം. അപ്പം നോക്കിക്കാം, ഇതിന്റെ കൂടെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മറന്നു പോകാണ്ടിരിക്കാൻ +4 ചെയ്ത് പോയാൽ മതി. 2 + 4 ചെയ്യുമ്പോൾ 6 കിട്ടും, 6 + 4 ചെയ്യുമ്പോൾ 10 കിട്ടും, 10 + 4 ചെയ്യുമ്പോൾ 14 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2, 6, 10, 14 കിട്ടി. മാക്സിമം കപ്പാസിറ്റി ആണ് വരുന്നത്. ഓക്കെ, എസില് 2, പിയില് 6, ഡിയില് 10 ആൻഡ് എഫില് 14. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ് ഷെല്ലില് ഇലക്ട്രോൺസിന്റെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ് ഷെൽ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ് ഷെൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ സബ് ഷെൽ എന്താണെന്ന് പഠിച്ചു. ഓരോ ഷെല്ലിനും ഏതൊക്കെ സബ് ഷെല്ലുകൾ ഉണ്ട് എന്ന് പഠിച്ചു. ഓരോ സബ് ഷെല്ലിലും കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസും പഠിച്ചു. ഇനി നമുക്ക് എന്ത് പഠിക്കണം? സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണം. അതിനു മുമ്പ് സബ് ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് എന്ന് പഠിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം, ഓക്കെ സബ് ഷെല്ലിൽ നിങ്ങൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേപോലെ ഫില്ല് ചെയ്യണം അല്ലെ. അപ്പൊ അതിനൊരു റൂൾ ഉണ്ട്. എല്ലാവരും ഒരേപോലെ ഫില്ല് ചെയ്യണമെങ്കിൽ അതിനൊരു റൂൾ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ സബ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക? എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക. സി, ഈ ഒരു ഡയഗ്രാം അതിനാ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ സബ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതായത് ഏറ്റവും ലീസ്റ്റ് എനർജി ഉള്ള 1s നമ്മൾ ആദ്യം ഫില്ല് ചെയ്യും. 1s കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2s ഫില്ല് ചെയ്യും. 2s കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ഫില്ല് ചെയ്യും? 2p ഫില്ല് ചെയ്യും. 2p കഴിഞ്ഞാൽ പിന്നെ ആരെല്ലാം ഫില്ല് ചെയ്യും? 3s ഫില്ല് ചെയ്യും. അപ്പൊ 1s ആണ് ഏറ്റവും ലീസ്റ്റ് എനർജിയിൽ വരുന്ന 1s ആണ്. 1s കഴിഞ്ഞ് 2s ഫില്ല് ചെയ്തു, 2s കഴിഞ്ഞ് 2p ഫില്ല് ചെയ്തു, 2p കഴിഞ്ഞ് 3s, 3p. ഇവിടെയാണ് ഒരു എക്സെപ്ഷൻ വരുന്നത്. 3p കഴിഞ്ഞാൽ നമ്മൾ ഓർഡറിൽ ഇങ്ങനെ 1, 2, 3 എന്നാണല്ലോ പോകുന്നത്. ഇപ്പൊ 1s, 2s, 2p, then 3s, 3p, 3d ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അല്ല. 3p കഴിഞ്ഞാല് 4s-നാണ് 3d-നേക്കാൾ എനർജി കുറവ്. ഓർത്തിരിക്കണം, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 4s-നാണോ 3d-ക്കാണോ എനർജി കൂടുതൽ? 4s-ന് ആണോ 3d-ക്കാണോ എനർജി കൂടുതൽ? 3d-ക്ക് എനർജി കൂടുതലാണ്. അപ്പൊ എനർജി കുറവുള്ള 4s ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടാണ് എനർജി കൂടുതലുള്ള 3d-യിലേക്ക് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോണിനെ ഫില്ല് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പൊ ഈ ഒരു ഡയഗ്രാം വരച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഹയർ ആയിട്ടുള്ള ആളുകളെ ചോദിച്ചാലും നമ്മൾ ഈ ഒരു ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇപ്പൊ ഇവിടെ 1s വരച്ചു, ദെൻ അതിന്റെ തൊട്ടടിയിൽ തന്നെ എന്താ 2s, 2p, ദെൻ 3s, 3p, 3d, ദെൻ 4s, 4p, 4d. ഈ ഒരു ഡയഗ്രാം അങ്ങനെ ഒരു പിരമിഡ് പോലെ വരച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാതാ മതി? ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് ഫുൾ കോളാവും, അതുകൊണ്ടാണ് ഞാൻ ഈ ഡയഗ്രാം വെച്ചത്. ഓക്കെ, ഈ സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ വരച്ചു പോയിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ആദ്യം 1s ഫില്ല് ചെയ്യുന്നു, ദെൻ 2s. ആ ഒരു ആരോ നമുക്ക് ഇങ്ങനെ എന്താ പറയാ സ്ട്രൈക്ക് ചെയ്ത് കൊടുത്താൽ മതി. 1s ഫസ്റ്റ്, ദെൻ 2s, ദെൻ 2p, 3s, ദെൻ എന്താണ് 3p, 4s, ദെൻ 3d. കണ്ടോ, ഇനി 3d കഴിഞ്ഞാൽ ആരാണ് ഫില്ല് ആവുന്നത് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഡയഗ്രാം വരച്ച് നോക്കിയാൽ മതി. 4p ആണ്, 5s ആണ്. 5s കഴിഞ്ഞാണ് 4d ഫില്ല് ആവുന്നത്. നമുക്ക് ബൈ ഹാർട്ട് പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഡയഗ്രാം ഇങ്ങനെ വരച്ചാൽ മതി. ആദ്യം 1s, പിന്നെ 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f, 5s, 5p, 5d, 5f, പിന്നെ വീണ്ടും തിരിച്ചു. കണ്ടോ, 6s, 6p, 6d അങ്ങനെ വരച്ചു നോക്കിയിട്ട് ഇതാക്കിയാൽ മതി. മാക്സിമം ഇപ്പൊ എന്താ പറയാ, ഈ 4s, 3d, ഈ ഞാൻ കൊടുത്തിരിക്കുന്ന ഇത്രയും ഇത് തന്നെയാണ് മാക്സിമം ചോദിക്കാൻ ചാൻസസ് ഉള്ളൂ.
പക്ഷെ ടു ബി ഓൺ ദ സേഫ് സൈഡ് ഏത് ചോദിച്ചാലും നമുക്ക് ഈ ഒരു ഡയഗ്രാം വരച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനി ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് എന്ന് നമ്മൾ പഠിച്ചു. അതായത് 4s ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ 3D പോവുള്ളൂ എന്നും പഠിച്ചു. ഇനി ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് സബ്ഷെൽ ഹാസ് ഹയസ്റ്റ് എനർജി? ഏതിനാണ് ഹയസ്റ്റ് എനർജി വരുന്നത്? വിച്ച് അമംഗ് ദ ഫോളോയിങ് സബ്ഷെൽ ഹാസ് ഹയസ്റ്റ് എനർജി? ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുള്ളൂ, ഒന്ന് ആൻസർ ചെയ്ത് ഏതിനാണ് ഹയസ്റ്റ് എനർജി വരുന്നത്? ഏതിനാണ് ഹയസ്റ്റ് എനർജി വരുന്നത്? ഒന്ന് ആൻസർ ചെയ്തേ. യെസ്, 3Dക്കാണ്. വെരി ഗുഡ്, 3Dക്കാണ് ഹയസ്റ്റ് എനർജി വരുന്നത്. ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. 3D ഹാസ് ഹയസ്റ്റ് എനർജി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ ഒരുപാട് എക്സെപ്ഷൻസ് ഒക്കെ പഠിച്ചിരുന്നു അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് ഇപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുമ്പോഴാണ്. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യത്തെ 4 എലമെന്റ്സിന് നമ്മൾ പഠിക്കുകയാണ്. ഹൈഡ്രജനില് ഒരു ഇലക്ട്രോൺ ആണുള്ളത്, അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ ഈ ആദ്യത്തെ ഒരു ഇലക്ട്രോൺ എവിടെ പോകും? ആദ്യത്തെ ഷെല്ലിന്റെ എസ് സബ് ഷെല്ലിൽ പോകും. അപ്പൊ നമ്മൾ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും? 1s1. ഓക്കെ, ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് ഫസ്റ്റ് ഷെല്ലിന്റെ എസ്സിൽ പോയി. അപ്പൊ 1s1 എഴുതി. ഇനി ഹീലിയം വരികയാണ്. ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം കൊള്ളും? 2 ഇലക്ട്രോൺസ് കൊള്ളും. അപ്പൊ ഹീലിയത്തിന്റെ ഈ 2 ഇലക്ട്രോൺസ് ഫസ്റ്റ് ഷെല്ലിന്റെ എസ് സബ് ഷെല്ലിൽ പോകും. ഇപ്പൊ 1s2 എന്ന് കൊടുക്കും. ഫസ്റ്റ് ഷെല്ലിന്റെ എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു എന്നാണ് നമ്മൾ കാണിക്കുന്നത് 1s2 എന്ന് പറയുമ്പോൾ. ഇനി ലിഥിയം എടുക്കുകയാണ്. ലിഥിയം എടുക്കുമ്പോൾ അറ്റോമിക് നമ്പർ 3 ആണ് വരുന്നത്. അപ്പം എന്ത് പറ്റും? ആദ്യത്തെ 2 ഇലക്ട്രോൺസ് എന്ത് പറ്റും? 1s ഫില്ലായി, 1s2. അടുത്ത ഇലക്ട്രോൺ എവിടെ പോകും? 1s കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യേണ്ടത് ആരെയാണ്? 2s ആണ്. അപ്പൊ 1s 2 ഇലക്ട്രോൺസ് ഫില്ലായി. അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു? 2s ഒരു ഇലക്ട്രോൺ കൊടുത്തു. ഓക്കെ, അപ്പൊ 1s2 അതേപോലെ തന്നെ എന്ത് പറ്റി? 2s1 കിട്ടി. ഇനി ബെറീലിയം വരുമ്പം അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? ബെറീലിയം ഇസ് അറ്റോമിക് നമ്പർ 4 ആണ് വരുന്നത്. അപ്പൊ ബെറീലിയത്തിന്റെ കേസ് വരുമ്പം ഫസ്റ്റ് ഇലക്ട്രോൺ അതിന്റെ എന്ത് ചെയ്യും? 1s ഫില്ല് ചെയ്തു. ദെൻ 2s 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. അപ്പൊ 1s2 2s2 എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി? ബെറീലിയത്തിന്റെയും അറ്റോമിക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. ഓക്കെ, ഇനി അടുത്ത എലമെന്റ്സിലേക്ക് നമ്മൾ പോവാണ്. ബോറോൺ. ബോറോൺ വരുമ്പം അറ്റോമിക് നമ്പർ 5 ആണ്. അപ്പൊ 1s 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. ഇനി എന്ത് വരും? 2s 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. ബാക്കിയുള്ള ഒരു ഇലക്ട്രോണിനെ നമ്മൾ എങ്ങോട്ട് കൊടുക്കണം? എങ്ങോട്ട് കൊടുക്കണം? പിയിലേക്ക് കൊടുക്കണം അല്ലെ? പി സബ്ഷെല്ലിലേക്ക് കൊടുക്കും. അപ്പൊ എന്ത് പറ്റും? 2pയിലും ഒരു ഇലക്ട്രോൺ വരും. ഓക്കെ, പിയിൽ നമ്മൾ ഒരു ഇലക്ട്രോൺ കൊടുത്തു. കാരണം 1s ഫില്ല് ചെയ്താൽ 2s ഫില്ല് ചെയ്യണം, 2s കഴിഞ്ഞ് 2p ഫില്ല് ചെയ്യണം. അപ്പൊ 2pയിൽ ഒരു ഇലക്ട്രോൺ വരും. ഓക്കെ, അപ്പൊ ഈ ഞാൻ പറയട്ടെ, ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇനിയിപ്പോ കാർബണിലേക്ക് വരാണെങ്കിൽ കാർബണിലേക്ക് വരാണെങ്കിൽ എന്ത് വരും? 6 ഇലക്ട്രോൺസ് ഉണ്ട് കാർബണിന്. അപ്പൊ 1s 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു, 2s അടുത്ത 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു, ബാക്കിയുള്ള 2 ഇലക്ട്രോൺസ് 2pയിൽ ഫില്ല് ചെയ്തു. നൈട്രജൻ ആണെങ്കിലോ 1s2 2s2 2p3. ഓക്സിജൻ ആണെങ്കിലോ 1s2 2s2 ബാക്കിയുള്ള 4 ഇലക്ട്രോൺസ് പിയിൽ കൊടുത്തു. ഫ്ലൂറിൻ ആണെങ്കിലോ 1s2 2s2 2p5 എന്ന് പറഞ്ഞ് ഫ്ലൂറിൻ ഫില്ല് ചെയ്തു. ഇനി നിയോണിലേക്ക് വരാൻ നേരത്തെ എന്ത് പറ്റും? 1s2 2s2 2p6 എന്ന് വരും. നമ്മൾ മുമ്പ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ പോലെ തന്നെയാണിത്. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, അപ്പൊ നമ്മൾ 2 എന്ന് കൊടുത്തു. രണ്ടാമത്തെ ഷെല്ലിൽ നോക്കിക്കേ, 2 + 6 ദാറ്റ് ഇസ് 8 ഇലക്ട്രോൺസ് രണ്ടാമത്തെ ഷെല്ലിൽ വന്നു. നിയോണിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതിയത്? 2,8 എന്ന്. ശരിക്കും അത് ഇങ്ങനെയാണ്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. കാരണം ഈ 8 ഇലക്ട്രോൺസ് എന്തിലേക്കൊക്കെയാ പോകുന്നത്? 2ലുള്ള സെക്കൻഡ് ഷെല്ലിലുള്ള S&P ഓർബിറ്റൽസ് അല്ലെങ്കിൽ S&P സബ്ഷെല്ലിലാണ് ഈ ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വന്നു? നമ്മൾ നിയോൺ വരെയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? നിയോൺ വരെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതിയത് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 11 തൊട്ടുള്ള എലമെന്റ്സിലേക്ക് പോവാം. ക്ലിയർ ആണോ എന്ന് പറയൂ ഒന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം.
എന്ത് ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. യെസ്, ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങളിപ്പം ഡൗട്ട് ചോദിക്കാനൊന്നും മടിയാക്കണ്ട. ലൈക്ക് എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കാം, ഒരു പ്രശ്നമില്ല. ഇനി നിയോൺ കഴിഞ്ഞു വരുമ്പോൾ സോഡിയം ആണ് വരുന്നത്. സോഡിയം ഇസ് അറ്റോമിക് നമ്പർ 11 ആണ് അല്ലെ? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ വരുന്നത് 11 ആണ്. സോഡിയത്തിന്റെ സിമ്പിൾ എന്തായിരുന്നു? സോഡിയത്തിന്റെ സിമ്പിൾ പറഞ്ഞേ, എന്തായിരുന്നു സോഡിയത്തിന്റെ സിമ്പിൾ? യെസ്, Na എന്നാണ് സോഡിയത്തിന്റെ സിമ്പിൾ. ഓക്കെ, മറക്കരുത്. അപ്പൊ സോഡിയം വരുമ്പോ എന്ത് വരും? 11 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എന്ത് വരും? ആദ്യത്തെ 1s 2 ഇലക്ട്രോൺ നിറഞ്ഞു, 2s നിറഞ്ഞു, 2p 6 ഇലക്ട്രോൺസ് നിറഞ്ഞു. ഇനി എന്താണ്? സെക്കൻഡ് ഷെല്ലിൽ p വരെ ഉള്ളൂ. അടുത്ത ഇലക്ട്രോൺസ് എവിടെ വരും? 3s വരും. അപ്പം 1s2, 2s2, 2p6, 3s1 എന്ന് പറഞ്ഞു. മെഗ്നീഷ്യം വരുമ്പോ എന്ത് വരും? 1s2, 2s2, 2p6, 3s2, 12 ഇലക്ട്രോൺസ് നിറഞ്ഞു. അലൂമിനിയം വരുമ്പോഴോ 1s 2 നിറഞ്ഞു, 2s 2 നിറഞ്ഞു, 2p 6 നിറഞ്ഞു, 10 ഇലക്ട്രോൺസ് തീർന്നു. 3 ഇലക്ട്രോൺസും കൂടി ഉണ്ട്. 3s 2, 3p 1. സിമിലർ പാറ്റേണിലാണ് പോകുന്നത്, കണ്ടോ? അലൂമിനിയത്തിൽ 3p എന്ത് വരും? അലൂമിനിയം 13 ആണ്, അപ്പൊ 3p 1 വന്നു. ദെൻ സിലിക്കൺ വരുമ്പം 3p 2 വന്നു. ഫോസ്ഫറസ് വരുമ്പം 3p 3 വന്നു. സൾഫർ വരുമ്പോ 3p 4 വന്നു. ക്ലോറിൻ വരുമ്പം 3p 5 വന്നു. ആർഗൺ വരുമ്പോ നോക്കിക്കേ, 3p 6 വന്നു. ആർഗൺ ഇസ് എ നോബിൾ ഗ്യാസ് അല്ലെ? അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര വരും? നോബിൾ ഗ്യാസിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്? 2, 8 എത്രയായിരുന്നു വരുന്നത്? 2, 8, 8 എന്നായിരുന്നു വരുന്നത് അല്ലെ? നോക്കിക്കേ, ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 2 + 6 8 ഇലക്ട്രോൺ, തേർഡ് ഷെല്ലിലും 2 + 6 8 ഇലക്ട്രോൺ. ഓക്കെ, ആർഗണും കഴിഞ്ഞു. ഇനി പൊട്ടാസ്യം വരികയാണ്. പൊട്ടാസ്യത്തിനാണ് നമ്മൾ പറഞ്ഞ എക്സെപ്ഷൻ ഉണ്ട്. പൊട്ടാസ്യത്തിന്റെ കേസിൽ എക്സെപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? 2881 എന്ന് പൊട്ടാസ്യത്തിന് വന്നു. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചാലാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് മനസ്സിലാവും. ഇവിടെ നോക്ക്, പൊട്ടാസ്യത്തിന് വരാൻ നേരത്ത് നമുക്കറിയാം പി സബ്ഷെല്ലില് മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആയി? 6 ഇലക്ട്രോൺസ് ആയി. ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? പിയിൽ ഇലക്ട്രോൺസ് നിറയ്ക്കാൻ പറ്റില്ല. അപ്പൊ പി എന്ത് പറയും? എന്റെ മാക്സിമം കപ്പാസിറ്റി ആയി, ബാക്കിയുള്ള ഇലക്ട്രോൺ 4s കൊടുത്തോളൂ. അങ്ങനെയാണ് 4s ഒരു ഇലക്ട്രോൺ വന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881 എന്ന് വന്നത്. ഇതൊന്നും ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇതൊക്കെയാണ് ബോർ ആറ്റം മോഡലിന്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ബോർ പറഞ്ഞു 2881 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. അത് എന്താണെന്നൊന്നും മൂപ്പർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് പിന്നീട് സബ്ഷെല്ലും ഡെവലപ്പ് ആവുമ്പോഴാണ് ഇതുകൊണ്ടാണ് എന്നുള്ള ആ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ 2881 ആണ് എന്ത്? പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പോ ഇലക്ട്രോണിക് നിങ്ങളിപ്പോ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാലും വേഗം എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ എക്സെപ്ഷൻ ഉള്ളതൊക്കെ നമുക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881 എന്ന് ഓർക്കുന്നതിന് പകരം എനിക്കറിയാം പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതുക. നമുക്കറിയാം പൊട്ടാസ്യം ഇസ് 19 ആണ്. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s1. അപ്പൊ എനിക്ക് ഇനിയിപ്പം ഇതിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ചോദിക്കണമെങ്കിൽ എഴുതാം എന്ത്? ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, നാലാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. കണ്ടോ? ഏത് എലമെന്റ്സിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ പഠിച്ചാൽ അതിൽ നിന്ന് നമുക്ക് അതിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എഴുതാൻ പറ്റും. കാരണം ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലത് എന്താണ്, ഇവർ തോന്നിയ പോലെയൊക്കെയാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചാൽ ഇപ്പൊ ഈസി ആയിട്ട് ഇപ്പൊ ഞാൻ പറയാണ്, പെട്ടെന്ന് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ പറയാ, ക്രോമിയത്തിലും കോപ്പറിലേക്കും വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെയൊക്കെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതാൻ പഠിച്ചാൽ മതി. സ്കാൻഡിയത്തിന്റെയും ടൈറ്റാനിയത്തിന്റെയും ഒക്കെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. നമ്മൾ പഠിക്കുന്നുണ്ട്. പൊട്ടാസ്യം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എന്താ? കാൽസ്യം. കാൽസ്യം എങ്ങനെ വരും? 1s2, 2s2, 2p6, 3s2, 3p6, 4s2 എന്ന് പറഞ്ഞിട്ട് കാൽഷ്യം വന്നു. ഇനി ഇത് സ്കാൻഡിയത്തിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കേ, നമുക്കറിയാം എന്ത്?
3D ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് 4S ഫില്ല് ചെയ്യും. നമ്മളൊരു റൂൾ പഠിച്ചു, എന്താണ്? 4S ആദ്യം ഫില്ല് ചെയ്തിട്ടാണ് 3D ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ സ്കാൻഡിയത്തിലേക്ക് വരാൻ നേരത്ത് 1S ഫില്ല് ചെയ്തു, 2S2 2p6 10 ഇലക്ട്രോൺസ് തീർന്നു. 3s2 3p6 എത്ര? 18 ഇലക്ട്രോൺസ് തീർന്നു. സ്കാൻഡിയം ഇസ് അറ്റോമിക് നമ്പർ 21 ആണ് അല്ലെ. ഇനി ബാക്കിയുള്ള 3 ഇലക്ട്രോൺസ് എങ്ങനെ ഫില്ല് ചെയ്യും? 4s 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ നമ്മൾ എവിടെ ഫില്ല് ചെയ്തു? 3D ഫില്ല് ചെയ്തു. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്യരുത്? 3D അങ്ങ് കൊടുക്കരുത്. നമുക്കറിയാം 4s എനർജി കുറവാണ്. അപ്പൊ എനർജി കുറവുള്ള 4s കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? 3D ഫില്ല് ചെയ്യുള്ളൂ. അത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പോലെയും ചോദിക്കാം. എന്താണ്? വൈൽ ഫില്ലിംഗ് ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്യും? എനർജി കുറവുള്ള ലോവർ എനർജി ഉള്ള 4s ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് ഹയർ എനർജി ലെവൽ ഉള്ള 3D നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പോവുള്ളൂ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. എന്താ പറയുക, നമ്മൾ പഠിക്കുമ്പോൾ നമ്മളായിരിക്കും നമുക്കിത് അറിയാന്ന്, പക്ഷെ ഇതിൽ നിന്ന് കുറെ ട്രിക്കി ക്വസ്റ്റ്യൻസ് വരും. വിച്ച് among the following ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് റോങ് എന്നൊക്കെ ചോദിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതിൽ ഈ റോങ് എന്ന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഈ 4s 3D അവർ തെറ്റിച്ചാണോ കൊടുത്തിരിക്കുന്നത്. അതായത് തെറ്റിച്ചാണോ കൊടുത്തിരിക്കണേന്ന് വെച്ചാൽ ദർ ഇസ് നോ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. ഇപ്പൊ ഈ സ്കാൻഡിയത്തിന്റെ തന്നെ അപ്പൊ സ്കാൻഡിയം ഇസ് അറ്റോമിക് നമ്പർ 21. അപ്പം ഈ സ്കാൻഡിയത്തിന് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 അത് കഴിഞ്ഞ് 4s1 3d 4s2 3d1 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, 4s2 3d1 എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതി പോവാം സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം ആദ്യം എഴുതാം, ഇപ്പൊ 4s ആദ്യം എഴുതുക, ഇതിൽ ആദ്യം എഴുതുക, അങ്ങനെ ആദ്യം അവസാനം ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓർഡറിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നമ്മൾ ഫില്ല് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ആ ഒരു നമ്പറിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇപ്പം വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. സ്കാൻഡിയം ഇങ്ങനെ എഴുതിയിട്ട് സ്കാൻഡിയത്തിന്റെ ഇതേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് തിരിച്ചു എഴുതാം. ഇപ്പൊ ഇങ്ങനെ 4s2 3d1 എന്ന് എഴുതാം. രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, രണ്ടും കറക്റ്റ് ആണ്. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ആകെ ചെക്ക് ചെയ്യേണ്ടത് ഇതിനകത്തുള്ള എഴുതിയിരിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം തെറ്റിച്ചെഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പം വിച്ച് among the following ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് റോങ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും 3Dനെയും 4s ഉണ്ടെങ്കിൽ അതിനെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇലക്ട്രോൺസിന്റെ എണ്ണം എഴുതിയിരിക്കുന്നത് തെറ്റാണോ എന്നാണ് നോക്കേണ്ടത്. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. എനിക്ക് വേണമെങ്കിൽ ആദ്യം 4s എഴുതാം, അല്ലെങ്കിൽ ആദ്യം 3D എഴുതാം. ഓർഡർ ഡസന്റ് മാറ്റർ. ബട്ട് എന്താണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം മാറ്റേഴ്സ്. ഓക്കെ, ഇനി ടൈറ്റാനിയം എടുക്കുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 3d2 ആൻഡ് 4s2 വരും. വനേഡിയം ആണെങ്കിൽ എന്താണ്? 1s2 2s2 2p6 3s2 3p6 3d3 4s2 എന്ന് പറഞ്ഞിട്ട് വനേഡിയം വരും. ക്രോമിയം ആണെങ്കിലോ 1s2 2s2 2p6 10 ഇലക്ട്രോൺസ് തീർന്നു. പിന്നെ 3s2 3p6. ഓക്കെ, 3s2 3p6 18 ഇലക്ട്രോൺസ് തീർന്നു. ദെൻ എന്ത് വരും? ക്രോമിയത്തില് 3d5 4s1 എന്ന് വരും. ക്രോമിയത്തില് 3d5 4s1 എന്ന് വരും. ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് എന്താണ്? ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓക്കെ, സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം കഴിഞ്ഞ് ക്രോമിയത്തിലേക്ക് വരുമ്പോൾ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം എക്സെപ്ഷൻ ഉള്ള രണ്ടാളുകളാണ് എന്ത്? ക്രോമിയവും കോപ്പറും. നമ്മൾ എഴുതുന്ന ഓർഡറിൽ നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ നമ്മൾ ക്രോമിയത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. 4s2 കഴിഞ്ഞിട്ട് 3d4 എന്നുള്ള പോലെ അല്ലെ. ശരിക്കും നമ്മൾ അങ്ങനെയല്ലേ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ എന്താണ്? ക്രോമിയം നോക്കിക്കേ, 4s2 കഴിഞ്ഞ് 3d4. കാരണം സി ഇവിടെ വനേഡിയം വന്നു. വനേഡിയം കഴിഞ്ഞ് പിന്നെ ക്രോമിയം എഴുതുമ്പോ എങ്ങനെയാണ് നമ്മൾ എഴുതുക? നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ ക്രോമിയം ഇസ് അറ്റോമിക് നമ്പർ 24 ആണ്. അപ്പൊ ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 എന്ത് വരും? 4sല് 3p6 4sല് 2 ഇലക്ട്രോൺസ് വരും. 3Dയില് 4 ഇലക്ട്രോൺസ് വരും. ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ക്രോമിയത്തിന് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ ക്രോമിയത്തിന് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ എന്താണ്? ദിസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് തെറ്റ്. ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇല്ല. ദിസ് ഇസ് തെറ്റ്. അപ്പൊ ഇത് എന്തുകൊണ്ട് തെറ്റായി എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് തെറ്റായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോമിയത്തിനും
കോപ്പറിനും, രണ്ടുപേരെ ഓർത്തിരിക്കുക, ക്രോമിയത്തിനും കോപ്പറിനും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതുപോലെയാണ് അല്ലെ? നമ്മൾ വിചാരിക്കും ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണെന്ന്, പക്ഷെ ദിസ് ഇസ് റോങ്. ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത്, ഇതാണ് കറക്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഡി സബ്ഷെല്ലില് മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളും? നമ്മൾ പഠിച്ചു അല്ലെ, എസ്, പി, ഡി, എഫ് ആണ് സബ്ഷെൽസ് ഉള്ളത്. എസിൽ 2 ഇലക്ട്രോൺസ് കൊള്ളും, പിയിൽ 6 ഇലക്ട്രോൺസ് കൊള്ളും, ഡിയിൽ 10 ഇലക്ട്രോൺസ് കൊള്ളും, എഫില് 14 ഇലക്ട്രോൺസും കൊള്ളും. അപ്പൊ ഡി സബ്ഷെൽ എടുത്താൽ അതിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 10 ഇലക്ട്രോൺസ് ഡി സബ്ഷെല്ലില് മാക്സിമം കൊള്ളും. അപ്പൊ ഈ ഡി സബ്ഷെല്ലിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഡി സബ്ഷെല്ല് ഹാഫ് ഫിൽഡ് ആണെങ്കിൽ, കണ്ടോ 3D5 എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ വരുമ്പോൾ 10ന്റെ പകുതി, അതായത് ഡി സബ്ഷെല്ലില് ഹാഫ് ഫിൽഡ് ആയിട്ടാണ് അതിരിക്കുന്നത്. അപ്പൊ ഡി സബ്ഷെല്ല് പകുതി ഫില്ലായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ട്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ആ ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി പേർപ്പസ് കൊണ്ടാണ് ക്രോമിയം ഇങ്ങനെ ഒരു എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നത്. ക്രോമിയത്തിന് 4s ഒരു ഇലക്ട്രോൺ വെച്ചിട്ട് 3D എന്ത് ചെയ്യും? 3D5 ആയിട്ടിരിക്കും. ബിക്കോസ് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഡി സബ്ഷെല്ലിന് എന്തുണ്ട്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ ഓർത്ത് വെക്കാം, ക്രോമിയം ആൻഡ് കോപ്പർ ഇതുപോലെ തന്നെയാണ്. കോപ്പറിനെ നമ്മൾ പഠിക്കുമ്പോ തന്നെ ക്രോമിയം ആൻഡ് കോപ്പർ ഷോസ് exception in the subshell electronic configuration because എന്താണ്? half filled and fully filled d orbitals have extra stability. അവർക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ സി, അതുകൊണ്ടാണ് നമ്മൾ ക്രോമിയത്തിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത് നോക്കിക്കേ. ആദ്യത്തെ ഷെൽ എടുത്തു, ഞാൻ ഇതൊന്നും അല്ല ഇവിടെ ഏതാ, ആദ്യത്തെ ഷെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെല്ല് 2 ഇലക്ട്രോൺസ്, ദെൻ രണ്ടാമത്തെ ഷെല്ല് എടുത്താൽ 2 + 6 8 ഇലക്ട്രോൺസ്. തേർഡ് ഷെല്ല് എടുത്തു കഴിഞ്ഞാൽ തേർഡ് ഷെല്ലിൽ എസിൽ 2 പിയിൽ 6. അപ്പൊ വീണ്ടും എസിൽ 2 പിയിൽ 6, ഡിയിൽ 5. അപ്പൊ എത്ര വരും? 8ഉം 5ഉം എത്ര വരും? 13 ഇലക്ട്രോൺസ്, ദെൻ 1 വരും. ഓക്കെ, അതുകൊണ്ടാണ് 2 8 13 1 എന്ന് പറഞ്ഞിട്ട് വന്നത്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അല്ലെ, ക്രോമിയത്തിന്റെ നമ്മൾ എഴുതിയപ്പോ എവിടെ പോയി? 2 8 13 1 എന്ന് പറഞ്ഞു വന്നു അല്ലെ. അപ്പൊ ആ സമയത്ത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പഠിക്കാനേ പറ്റുള്ളൂ. പക്ഷെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എഴുതിയെടുക്കാൻ പറ്റും അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസി ആണ്. അതുകൊണ്ടാണ് ഞാൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ എത്തി? ക്രോമിയത്തിന് എന്താണ് ഒരു വ്യത്യാസമുണ്ട്. ക്രോമിയം എങ്ങനെയാണ് വരുന്നത്? 1s2 2s2 2p6 3s2 3p6 3d5 4s1. 3Dയിൽ 5, 4s 1 ഇലക്ട്രോൺ ആണ് വരുള്ളൂ, 3Dയിൽ 5 ഇലക്ട്രോൺ വരും. ക്രോമിയം ഷോസ് എൻ എക്സെപ്ഷൻ. അടുത്ത ആളാണ് മാംഗനീസ് അതേപോലെ എഴുതാം. 3Dയിൽ 5 തന്നെ, 4s 2 ഇലക്ട്രോൺസ് എന്ന് അറിയുന്നു. അയൺ വരുമ്പോ എന്ത് വരും? 1s2 2s2 2p6 3s2 3p6 3Dയിൽ 6 ഇലക്ട്രോൺസ് വരുന്നു, 4s 2 ഇലക്ട്രോൺസ് വരുന്നു. അപ്പൊ ബാലറ്റ് വരുമ്പോഴും അതുപോലെ തന്നെയാണ്. 4s 2 ഇലക്ട്രോൺസ് കഴിഞ്ഞ് 3Dയിൽ 7 ഇലക്ട്രോൺസ് വരുന്നു. നിക്കൽ വരുമ്പോഴും എങ്ങനെയാണ്? 4s 2 ഇലക്ട്രോൺസ് വരുന്നു, 3Dയിൽ 8 ഇലക്ട്രോൺസ് വരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ നിക്കൽ വരെ എത്തി. ഇനി അടുത്ത ആളാണ് എന്ത്? നമ്മളുടെ കോപ്പർ എന്ന് പറയുന്നത്. എന്താണ്? കോപ്പറിനും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കോപ്പറിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലും എന്ത് വരുന്നുണ്ട്? ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. കോപ്പറിന്റെ എക്സെപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കോപ്പർ നോക്കിക്കേ, നമ്മുടെ ക്രോമിയം പോലെ തന്നെയാണ്. കോപ്പറിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്? 3Dയിൽ 10 ഇലക്ട്രോൺസ് വരും. അപ്പൊ എന്താണ്? ഡി ഓർബിറ്റൽ എന്താണ്? ഫുള്ളി ഫിൽഡ് ആണ് അല്ലെ. ഡി ഓർബിറ്റൽ ഇസ് ഫുള്ളി ഫിൽഡ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്? ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽസിന് എന്തുണ്ട്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽസിന് എന്തുണ്ട്? എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ ഹാഫ് filled and fully filled. half filled and fully filled ആയിട്ടുള്ള d orbitals ന്, half filled and fully filled ആയിട്ടുള്ള d orbitals ന്, d subshell ന് has extra stability. d subshell has extra stability. അതുകൊണ്ടാണ് ഇവർ എന്ത് കൊടുക്കുന്നത്? ഇവർ ഈ ഒരു എക്സെപ്ഷൻ കാണിക്കുന്നത്, സ്റ്റെബിലിറ്റി. ഓക്കെ, എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അപ്പം അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇവർ ഈ ഒരു എക്സെപ്ഷൻ കാണുന്നത്. ക്രോമിയം ആൻഡ് കോപ്പർ ഷോസ് ദിസ് എക്സെപ്ഷൻ ബിക്കോസ് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഹാസ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. പിന്നെ സിങ്ക് നമുക്ക് എഴുതാം, ഈസി ആയിട്ട് എഴുതാം, ഒരു എക്സെപ്ഷൻ ഇല്ല. 1s2 2s2 2p6 3s2 3p6 4s2 3d10 സിങ്ക്.
അപ്പൊ ആദ്യത്തെ 30 എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ എപ്പം ആര് ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്കിങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് എഴുതി നോക്കിയാൽ മതി, ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിച്ചാൽ എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവും, ബിക്കോസ് നമ്മൾ എപ്പോഴും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്നതുകൊണ്ട്. രണ്ടും സെയിം തന്നെയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലോജിക്കലി നമുക്ക് ഈസി ആയിട്ടും മറന്നു പോവാതെ എഴുതാൻ പറ്റുന്നത് എന്താണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിൽ നിന്ന് നമുക്ക് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ പറയും, ഇത്ര നേരം എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. Pick out the wrong subshell electronic configuration from those given below. Wrong electronic configuration പറ. Wrong electronic configuration ഏതാണെന്ന് കമന്റ് ചെയ്തേ. ഇതില് ഏതാണ് റോങ് എന്നാണ് ചോദിക്കുന്നത്. റോങ് ഒന്ന് കമന്റ് ചെയ്യൂ. ഓപ്ഷൻ എ ഇസ് റോങ് എന്ന് പറയുന്നുണ്ട്. വേറെ ഇനിയും ഉണ്ട് റോങ്. ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കാൻ. ഒന്ന് മാത്രമല്ല, ഒന്നിലധികം റോങ് ഉണ്ട്. എ ഇസ് റോങ്. ആക്ച്വലി ആഗ്നേഷ് പറഞ്ഞത് കറക്റ്റ് ആണ്. എ റോങ് ആണ്. ബിക്കോസ് എന്താണ് 2p7 എന്നാ പറഞ്ഞിരിക്കുന്നത്. പിയില് മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 എണ്ണമാണ്. ബാക്കിയുള്ള ഇലക്ട്രോൺ നമുക്ക് എങ്ങോട്ട് വിടണം? സി നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് റോങ് എന്ന് നോക്കാം, നമുക്ക് കറക്റ്റും ചെയ്യാം. ഓക്കെ, നോക്കിക്കാൻ. ഇവിടെ ഫസ്റ്റ് വൺ റോങ് ആണ്. എന്താണ് ഫസ്റ്റ് വൺ ഇസ് റോങ്. ഫസ്റ്റ് വൺ ഇസ് പൊട്ടത്തിട്ട്. ബിക്കോസ് ഇത് റോങ് ആണ്. കാരണം പിയിൽ 7 ആ വന്നിരിക്കുന്നത്. ഇതിലെങ്ങനെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും? 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 2pയിൽ 6 ഇലക്ട്രോൺ ഫില്ലായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇലക്ട്രോണിനെ നമ്മൾ എങ്ങോട്ട് വിടണം? 3s വിടണം. ദിസ് ഇസ് കറക്റ്റ് അല്ലെ? 1s2 2s2 2p6 3s1. ഇത് ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്? സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നമ്മുടെ സോഡിയം ആണ് ഇവിടെ കിടക്കുന്നത് അല്ലെ? അപ്പൊ ദിസ് ഇസ് റോങ്. ഇനി ബിയിലേക്ക് പോവാണ്. 1s2 2s2 2p2 2 4 6 ഇലക്ട്രോൺ. ദിസ് ഇസ് കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ദിസ് ഇസ് കറക്റ്റ്. ഇനി സിയിലേക്ക് വരികയാണ്. 1s2 2s2 2p5 3s1. അതൊക്കെ എപ്പോ? അങ്ങനെയൊന്നും ഇല്ല. നമ്മള് എക്സെപ്ഷൻ പഠിച്ചത് ക്രോമിയത്തിനും കോപ്പറിനും മാത്രമാണ്. ബി സബ്ഷെൽ ഹാഫ് ഫിൽഡ് ആവുമ്പോഴാണ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളൂ. പിക്ക് അങ്ങനെ ഒരു തേങ്ങയില്ല. കാരണം എന്താണ്? പിയില് മാക്സിമം 6 ഇലക്ട്രോൺസ് ആണ് പിയിൽ വരേണ്ടത്. ഓക്കെ, അപ്പം നോക്കിക്കേ, 1s2 2s2 2p5 3s1 ആണ് വരുന്നത്. അപ്പൊ 1s2 2s2 2p6 ശരിക്കും എന്താണ്? ദിസ് ഇസ് റോങ്. ദിസ് ഇസ് പൊട്ടത്തിട്ട്. ദിസ് ഇസ് റോങ്. എങ്ങനെയാണ് ഇത് വരിക? ശരിക്കും ഇതിനെ കറക്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഏതാണ് റോങ് കറക്റ്റ് ചെയ്തിട്ടുള്ളത് ചോദിക്കാം അല്ലെ? അപ്പൊ കറക്റ്റ് ചെയ്യുമ്പോ എങ്ങനെ വരും? 1s2 2s2 2p6 എന്ന് വരും അല്ലെ? എന്താണ് ഇത്? 10 അല്ലെ? അറ്റോമിക് നമ്പർ 10 ആരായിരുന്നു? ഹൂസ് അറ്റോമിക് നമ്പർ 10? പറയൂ വേഗം പറയൂ. അറ്റോമിക് നമ്പർ 10 ആരായിരുന്നു? ആരാണ് അറ്റോമിക് നമ്പർ 10? യെസ്, നിയോൺ ആണ് അറ്റോമിക് നമ്പർ 10. നിയോൺ ഇസ് എ നോബിൾ ഗ്യാസ്. അപ്പൊ ദിസ് ഇസ് നിയോൺ. ഇത് നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നിയോൺ ഇസ് അറ്റോമിക് നമ്പർ 10 ആണ്. ദെൻ എ ബി സി ഡിയിലേക്ക് വരാണ്. 1s2 2s2 2p6 3s2 3p6 3d2 4s1. ദിസ് ഇസ് അഗൈൻ ദിസ് ഇസ് പൊട്ടത്തെറ്റ്. കാരണം എന്താണ്? ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം? 4s 2 എണ്ണവും 3dയിൽ ഒരെണ്ണവും ആണ് വരിക അല്ലെ? 4s1 എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരണമെങ്കിൽ 4s1 എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരണമെങ്കിൽ 3d5ഉം 3d10ഉം ആയിട്ടിരിക്കുന്ന കേസസിൽ മാത്രമാണ് 4s1 വരാൻ പാടുള്ളൂ അല്ലെ? ഇതാണ് നമ്മൾ ആരെ പഠിച്ചത്? ക്രോമിയത്തിന്റെയും കോപ്പറിനും പഠിച്ചത് അല്ലെ? അപ്പം ഇത് മാത്രമേ വരുള്ളൂ. അപ്പൊ ദിസ് ഇസ് തെറ്റ്. ഇനി ഓപ്ഷൻ ഇ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6 3d2 4s2. ദാറ്റ് ഇസ് കറക്റ്റ് അല്ല? ഇത് ആരുടെ ആയിരുന്നു? ഇതിപ്പം 6 4 10 18 2 20 22. 22 ആരായിരുന്നു? അറ്റോമിക് നമ്പർ 22 ആരായിരുന്നു? ഹു ഇസ് അറ്റോമിക് നമ്പർ 22? ഇതാരായിരുന്നു അറ്റോമിക് നമ്പർ? ഇത് 10
20, 21 അല്ലെ, 21ഉം 22ഉം വന്നിട്ടുണ്ട്. സ്കാൻഡിയം ആൻഡ് യെസ്, സ്കാൻഡിയം ആൻഡ് ടൈറ്റാനിയം ആണ്. ഓപ്ഷൻ ഡി സ്കാൻഡിയം, ഓപ്ഷൻ ഇസ് ടൈറ്റാനിയം. ഇവൻ ആരാണ്? ഇവൻ ടൈറ്റാനിയം ആണ് അല്ലെ. ടൈറ്റാനിയം ഇസ് 22, ഇവൻ സ്കാൻഡിയം ആണ് അല്ലെ. 10, 18, 20, 21 സ്കാൻഡിയം ടൈറ്റാനിയം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നമ്മളുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഷോർട്ട് ഫോമിൽ എഴുതാനായിട്ട് പറ്റും. അതായത് റെഡ്യൂസ്ഡ് ഫോം അല്ലെങ്കിൽ ഷോർട്ട് ഫോം ഓഫ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും. ഇത് നമ്മൾ എഴുതുന്നത് നമ്മളുടെ ഇനേർട്ട് ഗ്യാസസിനെ വെച്ചിട്ടാണ്. ഇനേർട്ട് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നോബിൾ ഗ്യാസസ്. അവരാരാണ്? ഞാൻ പറഞ്ഞു, അവർക്ക് ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇനേർട്ട് ഗ്യാസസിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും. ഇനേർട്ട് ഗ്യാസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോബിൾ ഗ്യാസ്. ഇവർക്ക് എന്തുണ്ട്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഹീലിയം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഇതില് ഈ നോബിൾ ഗ്യാസ് എലമെന്റ്സിനെ ഓർത്തിരിക്കണം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, ബ്രെഡോൺ. ഇവരാണ് നമ്മളുടെ നോബിൾ ഗ്യാസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, ബ്രെഡോൺ. ഇവര് ആണ് നമ്മളുടെ നോബിൾ ഗ്യാസ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോബിൾ ഗ്യാസ് എലമെന്റ്സിനെ ഓർത്തിരിക്കാനായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിലിപ്പം വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ നോബിൾ ഗ്യാസ് എലമെന്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഈ നോബിൾ ഗ്യാസിനെ ഓർത്തിരിക്കാനായിട്ട് ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഇപ്പം ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, ബ്രെഡോൺ എന്നാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ഹേയ്, നീ ആരാ? കൃഷ്ണനോ സീതയോ രാമനോ എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാം. ഹേയ്, നീ ആരാ? കൃഷ്ണനോ സീതയോ രാമനോ എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാം. അപ്പം ഹേ ഫോർ ഹീലിയം, നീ എന്ന് പറയുമ്പോൾ നിയോൺ, ആൻഡ് ആരാ എന്ന് പറയുമ്പോൾ ആർഗൺ, കൃഷ്ണനോ എന്ന് പറയുമ്പോൾ KR, ഇറ്റ് ഇസ് ക്രിപ്റ്റൻ, സീത, കൃഷ്ണനോ സീതയോ രാമനോ എന്നാണ്. കൃഷ്ണനോ രാമനോ സീതയോ എന്നല്ല, അത് മാറരുത്. കൃഷ്ണനോ സീതയോ രാമനോ എന്നാണ്. അപ്പൊ സീത പറയുമ്പോൾ ഇറ്റ്സ് സെനോൺ, ആൻഡ് രാമനോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് റെഡോൺ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോബിൾ ഗ്യാസസിനെ ഓർത്തിരിക്കാം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നോബിൾ ഗ്യാസ് എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പം നോബിൾ ഗ്യാസ് എലമെന്റ്സിലേക്ക് വരാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടി? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ, ബ്രെഡോൺ. ഓക്കെ, ഇവരുടെ അറ്റോമിക് നമ്പറും നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. സി, നമുക്ക് ബേസിക്കലി ഈ ആദ്യത്തെ 3 നോബിൾ ഗ്യാസ് എലമെന്റ്സ് വെച്ചിട്ടുള്ള കോൺഫിഗറേഷനെ ചോദിക്കാൻ ചാൻസസ് ഉള്ളൂ. മാക്സിമം ക്രിപ്റ്റൻ വരെ. സെനോണും ബ്രെഡോണും ഒന്നും വെച്ചിട്ടുള്ള കോൺഫിഗറേഷൻസിലേക്ക് പോയില്ല. ബിക്കോസ് ഒരു അപ് ടു 30 വരെയുള്ള എലമെന്റ്സിന്റെ ആണ് ചോദിക്കാൻ പാടുള്ളൂ. കാരണം അപ് ടു 10th ലെവൽ ആണ് പഠിക്കേണ്ടതുകൊണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം, ഹീലിയം അറ്റോമിക് നമ്പർ 2 ആണ്. സെനോൺ അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഇതിന്റെ കൂടെ ഒരു 8 കൂട്ടിയപ്പം നമുക്ക് എന്ത് കിട്ടി? സെനോൺ കിട്ടി. വീണ്ടും ഒരു 8 കൂട്ടിയപ്പം ആർഗന്റെ അറ്റോമിക് നമ്പർ കിട്ടി. വീണ്ടും ഒരു 18 കൂട്ടിയപ്പം ക്രിപ്റ്റന്റെ അറ്റോമിക് നമ്പർ കിട്ടി. വീണ്ടും ഒരു 18 കൂട്ടിയപ്പം സെനോണിന്റെ അറ്റോമിക് നമ്പർ കിട്ടി. ഒരു 32 കൂട്ടിയപ്പം ബ്രെഡോണിന്റെ അറ്റോമിക് നമ്പർ കിട്ടി. അപ്പൊ നമ്മുടെ ആ 8, 18, 32 അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം 2 8 കൂട്ടി, പിന്നെ 2 18, 32. അങ്ങനെ നമുക്ക് അറ്റോമിക് നമ്പർ ഓർത്തിരിക്കാം. ഹീലിയം 2 ആണെന്ന് അറിഞ്ഞാൽ ബാക്കി എല്ലാവരുടെ അറ്റോമിക് നമ്പർ നമുക്ക് എടുക്കാം. 10, 18, 36, 54, 86. അപ്പൊ ഇനി നമ്മൾ ഷോർട്ട് ഫോം എഴുതുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒന്നാമത് നമുക്ക് ഇപ്പൊ നിങ്ങൾ ഇത് എഴുതി വന്നപ്പോഴേ നിങ്ങൾക്ക് അറിയാം, നമ്മൾ മുമ്പത്തെ പേജസിൽ എഴുതി പോയപ്പോഴേ നമുക്ക് മനസ്സിലായില്ലേ കുറെ ഇങ്ങനെ വാരി വലിച്ചെഴുതണം, ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള നോബിൾ ഗ്യാസ് ആരാണെന്ന് നോക്കും. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1s1 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ഓക്കെ, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1s1 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ദെൻ ഹീലിയത്തിന്റെ നമുക്കറിയാം 1s2. ഇതിന് നമുക്ക് ഷോർട്ട് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനി ലിത്യത്തിന്റെ എഴുതുമ്പോ എനിക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം 1s2 എന്ന് പറയുന്നത് ആരുടെ കോൺഫിഗറേഷൻ ആണ്? ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ഈ 1s2 ഞാൻ എന്തായിട്ട് മാറ്റി? ഹീലിയം ആയിട്ട് മാറ്റി. സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ ഉള്ളില് ഹീലിയം എന്ന് എഴുതി, ബാക്കിയുള്ള 1s2, 2s1 എഴുതി. കണ്ടോ? അപ്പം ബാക്കി ഇപ്പം ബെറീലിയം വരുമ്പോ എന്ത് പറ്റി? 1s2 പകരം ഹീലിയം കൊടുത്തു, 2s2 എന്ന് എഴുതി. ബോറോൺ ആണെങ്കിലും ഇങ്ങനെ എഴുതി. ശരിക്കും നമ്മൾ ഇത് ഇതുപോലെ ലിഥിയം, ബെറീലിയം, ബോറോണിനെ ഒന്നും ഷോർട്ട് ഫോമിൽ എഴുതാനല്ല, വലിയ വലിയ എലമെന്റ്സിനെയാണ് നമ്മൾ കുറച്ചും കൂടി യൂസ് ചെയ്യാം. പക്ഷെ നമ്മളുടെ അടുത്ത് ചോദിക്കാം ഷോർട്ട് ഫോമിൽ എഴുതാനായിട്ട്, നമ്മളുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ നോക്കിക്കാം,
കാർബൺ ആണെങ്കിലും നമ്മൾ എപ്പോഴും ഷോർട്ട് ഫോം അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഫോം ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർബണിന്റെ ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ കാർബണിന്റെ തൊട്ടു മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാണെന്ന് നോക്കാം. ആരാണ് കാർബണിന്റെ തൊട്ടു മുമ്പുള്ള നോബിൾ ഗ്യാസ്? ഹീലിയം ആണ്. അപ്പൊ നമ്മൾ ഹീലിയം എഴുതുന്നു, ദെൻ ബാക്കിയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പൊ എന്താ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ വരെ നമ്മൾ എന്ത് ചെയ്തു? ഹീലിയം വെച്ച് എഴുതി. ഇനി സോഡിയം ആണ് അല്ലെ, നിയോൺ കഴിഞ്ഞ് സോഡിയം വരുമ്പോൾ നമുക്ക് ആരെ വെച്ച് റീപ്ലേസ് ചെയ്യാം? സോഡിയം വരുമ്പോൾ നമുക്ക് നിയോണിനെ വെച്ച് റീപ്ലേസ് ചെയ്യാം അല്ലെ. സോഡിയം ഇസ് അറ്റോമിക് നമ്പർ 11. അപ്പൊ ഞാൻ പറയാണ് സോഡിയത്തിന്റെ റെഡ്യൂസ്ഡ് ഫോം എഴുതൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സോഡിയം അറ്റോമിക് നമ്പർ 11 ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ സോഡിയത്തിന്റെ തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് ആരാണ്? നിയോൺ ആണ്. നിയോണിന്റെ കോൺഫിഗറേഷന്റെ കൂടെ എന്ത് കൂടിയിട്ടേ ഉള്ളൂ? ഒരു 3s1 കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാ? ബാക്കി എല്ലാവരെയും നമുക്ക് നോക്കിക്കാം. ഇനിയിപ്പോ അടുത്ത ആർഗൺ വരുന്നത് വരെ നമുക്ക് ആരെ വെച്ച് എഴുതാം? നിയോണിനെ വെച്ചാണ് ഷോർട്ട് ഫോം എഴുതാൻ പറ്റുള്ളൂ. മെഗ്നീഷ്യം ആണെങ്കിൽ നിയോൺ, ദെൻ 3s2. അലുമിനിയം ആണെങ്കിൽ നിയോൺ, ദെൻ 3s2 3p1. ദെൻ സിലിക്കൺ ആണെങ്കിലും നിയോൺ, ദെൻ 3s2 3p2. ദെൻ ഫോസ്ഫറസ് ആണെങ്കിലും നിയോൺ, ദെൻ 3s2 3p3, 3s2 3p3. ദെൻ ആരാണ്? അടുത്ത ആരാണ്? ഫോസ്ഫറസ് കഴിഞ്ഞാൽ സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ ആണെങ്കിലും നിയോൺ വെച്ച് എഴുതി. ഇനി നോക്കിക്കേ, ദ മൊമെന്റ് ആർഗൺ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പൊട്ടാസ്യം എഴുതുമ്പോൾ ആരെ വെച്ച് എഴുതും? ആർഗണിനെ വെച്ച് എഴുതും. മോസ്റ്റ്ലി ഈ ഷോർട്ട് ഫോം ചോദിക്കുന്നത് രണ്ടുപേരുടെ ഷോർട്ട് ഫോം എഴുതാനാണ് മോസ്റ്റ്ലി എക്സാംസിന് ചോദിച്ചു കാണാം. ഒന്ന് സോഡിയത്തിന്റെ ആണ്, നിയോണിനെ വെച്ച് എഴുതും. നിയോണിനെ വെച്ച് എഴുതും. സോഡിയത്തിന്റെ ഷോർട്ട് ഫോം ചോദിക്കാറുണ്ട്. സോഡിയം ഇസ് ഇമ്പോർട്ടന്റ്, സോഡിയത്തിന്റെ എപ്പോഴും ചോദിക്കും. ദെൻ അടുത്തത് ചോദിക്കുന്നത് പൊട്ടാസ്യത്തിന്റെ ആണ്. പൊട്ടാസ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും എപ്പോഴും ചോദിക്കും, ബിക്കോസ് ഈ ആർഗണിനെ വെച്ച് എഴുതുന്നതുകൊണ്ട്. ഓക്കെ, ഇനി നോക്കി കണ്ടോ, നമ്മൾ എത്ര ബുദ്ധിമുട്ടിയായിരുന്നു ഈ ഇവരുടെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത്. സ്കാൻഡിയം, ടൈറ്റാനിയം, മറ്റിങ്ങനെ 1s2 2s2 2p6 3s2 3p6 ആ സംഭവം ഒക്കെ നമുക്ക് മാറ്റിയിട്ട് സ്കാൻഡിയം എഴുതുമ്പോൾ നോക്കിക്കേ, ആർഗൺ, അത് ആർഗണിനെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലായി അത്രയും വന്നു. ബാക്കി 3d1 4s2, then 3d2 4s2, 3d3 4s2. ക്രോമിയം നോക്കിക്കേ, ആർഗൺ 3d5 4s1, മാംഗനീസ്, ആർഗൺ 3d5 4s2, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. കോപ്പറിന് നോക്കിക്കേ, ആർഗൺ 3d10 4s1. ഇങ്ങനെ നമ്മൾ ഷോർട്ട് ഫോമിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഇത്രയും ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്ലിയർ ആണോ? ഇത്രയും ഷോർട്ട് ഫോം എഴുതാൻ ക്ലിയർ അല്ലേ എന്ന് പറയൂ. യെസ്, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ പറയൂ, വാട്ട് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അലൂമിനിയം ആറ്റം? നോക്കിക്കേ, 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഇയറിൽ നമുക്ക് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ, കുറച്ചും കൂടി ഒന്ന് ലെവൽ കൂടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബിക്കോസ് 2019 കോമ്പറ്റീഷൻ നല്ലോണം കൂടിയിട്ടുണ്ട്. സോ ദാറ്റ് എന്താണെങ്കിലും കുറച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ക്വാളിറ്റി ആയിരിക്കും. എന്താണ് ഓപ്ഷൻ വരിക? എന്താണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഓപ്ഷൻ ഓപ്ഷൻ എ is the correct answer അല്ലെ? ഓപ്ഷൻ എ ആണ് correct answer. 283. An atom has electronic configuration 287. What is its atomic number? എന്താണ് atomic number വരുന്നത്? 287 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണ് എന്നാണ് ചോദ്യം. എത്രയാണ് അറ്റോമിക് നമ്പർ? എത്രയാണ് അറ്റോമിക് നമ്പർ? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ? യെസ്, 17 ആണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടി നോക്കിയാൽ മതി അല്ലെ? അപ്പൊ 2 + 8 + 7 ഇറ്റ് ഇസ് 17. അറ്റോമിക് നമ്പർ ഇസ് 17. നോക്കിക്കേ, ഹീലിയം ഹാസ് ഡാഷ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. ഹീലിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് ഹീലിയത്തിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഹീലിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലില്? ഹീലിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് ഹീലിയത്തിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഹീലിയത്തിന് ആകെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്?
ഹീലിയത്തിന് മൊത്തം എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. ആകെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ, ആകെ ഒരു ഷെല്ലേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് എലമെന്റ് ഹാസ് ലീസ്റ്റ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്? വാലൻസ് ഇലക്ട്രോൺസ് ഏറ്റവും കുറവുള്ളത് ആർക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വാലൻസ് ഇലക്ട്രോൺസ് ഏറ്റവും കുറവുള്ളത് ആർക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കാണ് വാലൻസ് ഇലക്ട്രോൺസ് ഏറ്റവും കുറവ്? ആർക്കാണ് ഏറ്റവും കുറവ്? നമുക്ക് ഓരോരുത്തരുടെ ആയിട്ട് എഴുതി നോക്കാം അല്ലെ? ഓരോരുത്തരുടെ ആയിട്ട് വാലൻസ് ഇലക്ട്രോൺസ് എഴുതി നോക്കാം. ഓപ്ഷൻ ഓപ്ഷൻ ബി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് ഓരോരുത്തരുടെ വാലൻസ് ഇലക്ട്രോൺസ് എഴുതി നോക്കാം. സി, ക്ലോറിനിലേക്ക് വരികയാണ്. ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ക്ലോറിൻ ഇസ് അറ്റോമിക് നമ്പർ എത്രയാണ്? ക്ലോറിൻ ഇസ് അറ്റോമിക് നമ്പർ 17 ആണ് വരുന്നത്. സോ 287 എന്നാണ് ക്ലോറിൻ വരുന്നത്. അപ്പൊ അതിന്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അതാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇനി സോഡിയം എടുക്കുകയാണെങ്കിൽ സോഡിയം ഇസ് അറ്റോമിക് നമ്പർ 11 ആണ്. ദാറ്റ് ഇസ് 281 എന്നാണ് വരുന്നത്. സോ ഒരു ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെല്ലിൽ ഉള്ളത്. ഓക്സിജൻ ഇസ് അറ്റോമിക് നമ്പർ 8 ആണ്. ദർഫോർ 26 എന്നാണ് വരുന്നത്. 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്ലൂറിൻ ഇസ് അറ്റോമിക് നമ്പർ 9 ആണ്. 27 എന്നാണ് വരുന്നത്. 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും കുറവ് ഇലക്ട്രോൺസ് വരുന്ന ആർക്കാണ്? സോഡിയത്തിനാണ്. ഓക്കെ, സോഡിയം ഇസ് ദ കറക്റ്റ് ആൻസർ. Which of the following set of elements has same number of valence electrons? സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഏതൊക്കെ എലമെന്റ്സിനാണ് വരുന്നത്? ഒന്ന് പറഞ്ഞ ഏതൊക്കെ എലമെന്റ്സിനാണ് സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത്? സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത് ഏതൊക്കെ എലമെന്റ്സിനാണ്? സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് വേഗം പറയും. ഏതാണ് ഓപ്ഷൻ നിങ്ങൾ പറയുന്നത്? ഓപ്ഷൻ സി. യെസ്, ഓപ്ഷൻ സി ഇസ് കറക്റ്റ്. നമുക്ക് ഓരോന്നായിട്ട് എഴുതി നോക്കാം. നോക്കിക്കാം. ലിഥിയം എടുക്കുകയാണെങ്കിൽ ലിഥിയം ഇസ് അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? വാലൻസ് ഇലക്ട്രോൺസ് എത്രയുണ്ടെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ലിഥിയം ഇസ് ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ഇസ് അറ്റോമിക് നമ്പർ 3 ആണ്. ദർഫോർ 21 എന്ന് വരും. ബെറീലിയം, ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ബെറീലിയം ഇസ് അറ്റോമിക് നമ്പർ 4 ആണ്. 22 എന്ന് വരും. ദെൻ മെഗ്നീഷ്യം ഇസ് അറ്റോമിക് നമ്പർ 12 ആണ്. ദർഫോർ 282 എന്ന് വരും. ദെൻ ലിഥിയം നമ്മൾ എഴുതി. സോഡിയം ഇസ് അറ്റോമിക് നമ്പർ 11 ആണ്. 281 എന്ന് വരും. പൊട്ടാസ്യം ഇസ് അറ്റോമിക് നമ്പർ 19 ആണ്. 2881 എന്ന് വരും. ദെൻ എല്ലാവരും എഴുതി അല്ലെ? അപ്പൊ ആർക്കൊക്കെയാണ് സെയിം വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത്? ലിഥിയത്തിന് ഒരെണ്ണം വരുന്നുണ്ട്, സോഡിയത്തിന് വാലൻസ് ഇലക്ട്രോൺ ഒരെണ്ണം വരുന്നത്, പൊട്ടാസ്യത്തിന് ഒരെണ്ണം വരുന്നത്. ദർഫോർ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി നോക്കാതെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ പീരിയോഡിക് ടേബിളിലേക്ക് പോവാം. ഇവിടെ നമ്മുടെ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ നമ്മൾ എടുക്കാൻ നേരത്ത് ഇതിൽ പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നല്ലോ എടുത്ത്. നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുക്കാൻ നേരത്ത് പീരിയോഡിക് ടേബിളില് ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിളില് ഒരേ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഒക്കെ ബാലൻസ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. അതായത് നോക്കിക്കേ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം ഇവരൊക്കെ ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആണ്. ഇവർക്ക് എല്ലാവരുടെയും വാലൻസ് ഇലക്ട്രോൺസ് ഒന്നായിരിക്കും. ഗ്രൂപ്പ് 2 വരുമ്പം ബെറീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇവരിൽ ഈ ബെറീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം വരെ നമുക്ക് പഠിച്ചാൽ മതി. ഇവര് 3 പേർക്കും എന്താണ് വാലൻസ് ഷെല്ലില് വാലൻസ് ഇലക്ട്രോൺസ് 2 ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ബോറോൺ, അലുമിനിയം കണ്ടോ? ബോറോണും അലുമിനിയം എടുത്താലും ഇവരുടെ വാലൻസ് ഷെല്ലുള്ള ഇലക്ട്രോൺസ് എന്തായിരിക്കും? 3 ആയിരിക്കും ഉണ്ടാവുക. കാർബണും സിലിക്കണും എടുത്താലും അങ്ങനെ തന്നെയാണ്. ഫോസ്ഫറസും നൈട്രജനും ഫോസ്ഫറസും, ഓക്സിജനും സൾഫറും, ഫ്ലൂറിനും ക്ലോറിനും എടുത്താൽ ഇവരുടെ വാലൻസ് ഇലക്ട്രോൺ 7 ആയിരിക്കും. ഇവിടെ 3, 4, 5, 6, 7 ഇവരുടെ എത്രയായിരിക്കും? 8 ആയിരിക്കും. ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ആദ്യത്തെ ഇവരുടെ 1ഉം 2 ആണ്. ഇവിടെ ബോറോണും അലുമിനിയം ആണെങ്കിൽ 3 ആണ്. കാർബണും സിലിക്കണും ആണെങ്കിൽ 4 ആണ്. നൈട്രജനും ഫോസ്ഫറസും ആണെങ്കിൽ 5 ആണ്. ഓക്സിജനും സൾഫറും ആണെങ്കിൽ 6 ആണ്.
ഫ്ലൂറിനും ക്ലോറിനും ആണെങ്കിൽ 7 ആണ്. പിന്നെ ഇവരെ അറിയാലോ, ഹീലിയം നിയോൺ, ഹേ നീ ആരാ കൃഷ്ണനോ, എന്തായിരുന്നു നമ്മുടെ കൂടെ, ഹേ നീ ആരാ കൃഷ്ണനോ സീതയോ രാമനോ അല്ലെ. അപ്പൊ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റൻ സെനോൺ റെഡൺ, ഇവർക്ക് എല്ലാവർക്കും 8 ആണ്. അപ്പൊ ബേസിക്കലി ആർക്കൊക്കെയാണ് സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് തരിക. അതായത് ഒരു ഗ്രൂപ്പിലുള്ളവരെ ഒന്നിച്ച് തരികയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ളവരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി നോക്കേണ്ട സമയം, നമുക്കറിയാം നമുക്ക് എക്സാമിന് ഇല്ലാത്തത് സമയമാണ് അല്ലെ. നമുക്ക് എത്ര സമയം കൂടുതൽ കിട്ടണോ അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. സോ നമുക്കിങ്ങനെ എല്ലാം എഴുതി നോക്കി വരുമ്പോഴത്തേക്കും എന്താ നമ്മുടെ സമയം കുറെ പോകും. അപ്പൊ അതുകൊണ്ട് സമയം പോവാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാം. ഇപ്പം ഇതൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവരൊരു ഗ്രൂപ്പിലാണ്. ഓക്കെ, ഹൈഡ്രജന് കൂട്ടിയില്ലെങ്കിലും ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എല്ലാവർക്കും വാലൻസ് ഇലക്ട്രോൺസ് ഒന്നാണ്, ഹൈഡ്രജനും ഒന്നാണ്. ബെറീലിയം, മെഗ്നീഷ്യം വാലൻസ് ഇലക്ട്രോൺസ് രണ്ടുപേർക്കും 2 ആണ്. ഓക്കെ, പഠിച്ചു. ഫുള്ള് പഠിക്കണ്ടല്ലോ, രണ്ടെണ്ണം വെച്ച് പഠിച്ചാൽ മതി. ബോറോണും അലുമിനിയം എത്രയാണ്? ബോറോണും അലുമിനിയം 3 ആണ്. കാർബണും സിലിക്കണും 4 ആണ്. നൈട്രജനും ഫോസ്ഫറസും 5 ആണ്. ഓക്സിജനും സൾഫറും 6 ആണ്. ഫ്ലൂറിനും ക്ലോറിനും എത്രയാണ്? ഫ്ലൂറിൻ ക്ലോറിൻ എന്ന് പറയുമ്പോൾ 7 ആണ്. പിന്നെ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ ഇവർക്കൊക്കെ എന്താണ്? 8 ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പഠിച്ചു. അപ്പൊ ഇത് ഗ്രൂപ്പ് 1ഉം 2ഉം ആണെങ്കിൽ ഇത് ഈ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ഇത് ഗ്രൂപ്പ് 13, 14, 15, 16, 17, 18 ആണ്. ഗ്രൂപ്പ് നമ്പേഴ്സ് വരുന്നത് 18 ആണ്. നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്താൽ 7 പീരീഡ്സ് ഉണ്ട്. പീരീഡ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ഹൊറിസോണ്ടലി പോകുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? പീരീഡ് എന്ന് വിളിക്കും. ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പം 7 പീരീഡുകളുണ്ട്. 1, 2, 3, 4 1, 2, 3, 4, 5, 6, 7 7 പീരീഡുകളും 18 ഗ്രൂപ്പുകളുമാണ് എന്തുള്ളത്? പീരിയോഡിക് ടേബിളിലുള്ളത്. 7 പീരീഡ്സും 18 ഗ്രൂപ്പ്സും നമ്മുടെ എന്തുണ്ട്? പീരിയോഡിക് ടേബിളിലുണ്ട്. നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ വരും. അപ്പൊ നമ്മൾ പിന്നെയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പീരിയോഡിക് ടേബിളിനെ പറ്റി പഠിക്കും. ഇപ്പൊ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചേ ഉള്ളൂ. എന്താണ് ഇങ്ങനെ സെയിം ഇലക്ട്രോൺസ് ഏതിലൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരു ഗ്രൂപ്പിൽ വരുന്നവരായിരിക്കും. നമുക്ക് ഇങ്ങനെ ഓർത്താൽ മതി. നമ്മളിപ്പം നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സിനൊക്കെ എങ്ങനെയാണ്? നമ്മളെല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ വൈബൊക്കെ സെയിം ആയിരിക്കും. നമുക്കൊരു സിമിലർ ഇൻട്രസ്റ്റും സിമിലർ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലെയാണ് ഓരോ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന്റെയും വാലൻസ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. അവരൊരു ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും വാലൻസ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് സെയിം ആയതുകൊണ്ട് തന്നെ അവർ ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കും. അതുകൊണ്ടാണ് അവരൊരു ഗ്രൂപ്പിലായത്. ഓക്കെ, അപ്പൊ ഒരേ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെയാണ് ഇതുപോലെ എന്താണ് സെയിം വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളവർ ഏതാണ് എന്ന് ചോദിച്ച് ലിസ്റ്റ് ചെയ്യാനും ചോദിക്കുക. അപ്പൊ നമ്മുടെ സമയം പോയില്ല. നമ്മൾ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓർത്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവിടെ നമ്മൾ നോക്കിയല്ല ഈ ക്വസ്റ്റ്യൻ? ഇത് നമ്മൾ നോക്കി. അതാ ഈ ഒരു ക്വസ്റ്റ്യൻ. When dry ice is heated, it changes directly. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചല്ല, മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡ്രൈ ഐസിനെ ഹീറ്റ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? ഡ്രൈ ഐസിനെ ഹീറ്റ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? വെരി ഗുഡ്, ഗ്യാസ് ആയിട്ട് മാറും. കാരണം ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് ഇസ് ഡ്രൈ ഐസ്? ഡ്രൈ ഐസ് ഇസ് സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ്. അതെന്താണ്? അത് സബ്ലിമേഷൻ ആണ് അതിന് നടക്കുക അല്ലെ. അതിന് സബ്ലിമേഷൻ ആണ് നടക്കുക. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഡ്രൈ ഐസിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? യെസ്, ഗ്യാസ് ആയിട്ട് മാറും. ഓക്കെ. Which among the following scientists discovered electron in 1897? 1897 ആരാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്തത്? ആരാണ് ഇലക്ട്രോൺസ് ഇതാക്കിയത്? കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺസ് കണ്ടുപിടിച്ച ആരായിരുന്നു? Who discovered electron? വെരി ഗുഡ്, ജെ ജെ തോംസൺ ആണ്. ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തത് അല്ലെ.
Yes, J.J. Thomson. Who discovered neutrons and their properties? Neutrons discover ചെയ്തത് ആരാണ്? ആരാണ് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് J.J. തോംസൺ ആയിരുന്നു. ന്യൂട്രോൺസ് കണ്ടുപിടിച്ച ആരാണ്? നമുക്ക് അറിയാലോ, ഫോർഡ് കണ്ടുപിടിച്ചത് പ്രോട്ടോൺ ആണ്. സോ ചാഡ്വിക് ആണ് അല്ലെ, ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത്. ജെയിംസ് ചാഡ്വിക് അല്ലെ. The maximum number of electrons that can be accommodated in M shell of an atom. Maximum number of electrons that can be accommodated in M shell of an atom. എത്രയായിരുന്നു M shell കൊള്ളുന്ന maximum number of electrons? എത്രയായിരുന്നു? ഓപ്ഷൻ ബിയോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓക്കെ, 18 ആണ് അല്ലെ. യെസ്, M shell 18 ആണ്. നമ്മൾ എന്തായിരുന്നു 2, 8. M ഷെല്ലിലേക്ക് വരാൻ നേരത്തെ എങ്ങനെയായിരുന്നു? 2. K ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആയിരുന്നു വരുന്നത്? K ഷെല്ലില് 2 ഇലക്ട്രോൺസ് വരും അല്ലെ. K ഷെല്ലില് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിലേക്ക് വരാൻ നേരത്ത് K ഷെല്ലില് 2 ഇലക്ട്രോൺസ് വരും. ദെൻ KL ഷെല്ലില് 8 ഇലക്ട്രോൺസ് വരും. ദെൻ 18, 32. ഓക്കെ, അപ്പൊ KLMN ഷെല്ലിലെ ഇലക്ട്രോൺസും പിന്നെ നമ്മൾ SPDF ഇതും കൂടി ഓർത്ത് വെക്കുക. SPDFിലേക്ക് വരാൻ നേരത്ത് എസിൽ 2, ഇതിൽ 6, ഡിയിൽ 10, ഇതിൽ 14. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വാലൻസി അല്ലെ. വാലൻസി ഓക്കെ അല്ലെ. വാലൻസി മുതൽ നമുക്ക് നാളെ പഠിക്കാം, അല്ലെങ്കിൽ പകുതിക്ക് നിർത്തേണ്ടി വരും. സോ ഇന്നത്തെ എന്താ പറയാ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്, ഇന്നല്ല ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. $7,934 വേക്കൻസികളുമായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. മുൻവർഷങ്ങളിലെ റെയിൽവേ എക്സാമുകളിൽ മികച്ച വിജയികളെ സൃഷ്ടിച്ച ടെക് PSC ഈ വർഷവും RRB JEE തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ മികച്ചതും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ പ്രത്യേകതകൾ അടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കും സ്വന്തമാക്കാം. നോൺ ടെക്നിക്കൽ പോർഷൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 1999 രൂപയ്ക്കും, ടെക്നിക്കൽ പോർഷൻ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്കായി വെറും 3999 രൂപയ്ക്കും, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പോർഷൻസ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെറും 4999 രൂപയ്ക്കും ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം.